കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റ്, ഇടതിന് 2, ബാക്കി 17 യു ഡി എഫിന്. തിരഞ്ഞെടുപ്പ് സർവേ വിദഗ്ധനും കേരള യൂണിവേഴ്സിറ്റി പൊളിറ്റിക്സ് വിഭാഗം മുൻ മേധാവിയുമായ ഡോക്ടർ ജി ഗോപകുമാറിൻ്റേതാണ് ഈ പ്രവചനം. CPM-ന്റെ പ്രമുഖ സ്ഥാനാർത്ഥികളായ കെ ശൈലജ, തോമസ് ഐസക്, വിജയരാഘവൻ എന്നിവർ വീഴും. ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ആഘാതം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനായിരിക്കും. ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവി ചോദ്യചിഹ്നമാകും. തിരുവനന്തപുരത്തെ തരൂരെന്ന് പ്രവചിക്കുമ്പോൾ തന്നെ നായർ വോട്ട് രാജീവ് ചന്ദ്രശേഖരനാണ് പോയത്. ആറ്റിങ്ങലിൽ നായർ വോട്ട് വി മുരളീധരനാണ് കിട്ടിയതെങ്കിലും അദ്ദേഹം 3-ാം സ്ഥാനത്താകും. കേരളത്തിൽ ക്രിസ്ത്യൻ, പിന്നാക്ക ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങളുടെ ജനസംഖ്യ 50% എത്തിയതിനാൽ മൊത്തം ഹിന്ദു വോട്ട് കൊണ്ട് മാത്രം BJPക്ക് നിലയുറപ്പിക്കാനാവില്ല. രാഹുൽ ഗാന്ധി 2 സീറ്റിൽ മത്സരിക്കുന്നതും രാജ്യസഭാംഗമായ KC വേണുഗോപാൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ മണ്ടത്തരങ്ങളാണെന്നും ഗോപകുമാർ വിലയിരുത്തുന്നു. കേരളം ബൂത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് ഡോക്ടർ ജി ഗോപകുമാർ ഒരു പ്രവചനം നടത്തിയിരുന്നു. കേരളത്തിലൊരു UDF മുന്നേറ്റം ഉണ്ടാകും. അപ്പോൾ സാറ് പറഞ്ഞ ആ UDF തരംഗം ഇപ്പോഴും സാർ പ്രതീക്ഷിക്കുന്നുണ്ടോ? എങ്ങനെയാണ്? പോളിംഗ് ശതമാനം വർദ്ധിക്കുമ്പോൾ UDFന് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള തിയറി പഴയ കാലത്തേതാണ്. ഇപ്പോൾ അങ്ങനെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റില്ല. ഇടതുപക്ഷവും നല്ല പോളിംഗിൽ വിജയിച്ചിട്ടുമുണ്ട്. അപ്പോൾ പോളിംഗ് ശതമാനം വാസ്തവത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വളരെ വർദ്ധിക്കേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് 3 മുന്നണികൾ വളരെ ഉഷാറോടെ വളരെയധികം മത്സരബുദ്ധിയോട് മത്സരിച്ച ഒരു തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം ഇത് വളരെ കുറഞ്ഞു പോയി. ഈ പോളിംഗ് ശതമാനമാണെങ്കിലും വിധിയുടെ കാര്യത്തിൽ വലിയ വ്യത്യാസം വരാൻ വഴിയില്ല. ഒരു വലിയൊരു തരംഗമില്ല എന്ന് നമുക്ക് തോന്നുമെങ്കിലും അടിയൊഴുക്കുകൾ കേരള രാഷ്ട്രീയത്തിലുണ്ട്. പ്രത്യേകിച്ച് BJP ഒരു 3ാമത്തെ പ്രധാനപ്പെട്ട കക്ഷി മുന്നണിയായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് UDFന് വിരുദ്ധമായി വരണമെന്നില്ല. പോളിംഗ് ശതമാനം കൂടി എന്നുള്ളത് കൊണ്ട് UDFന് അനുകൂലമായും വരണമെന്നില്ല. 2 രീതിയിൽ. അതെ സാർ, അടിയൊഴുക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ ഘടകങ്ങളാണ്? അടിയൊഴുക്ക് ഇത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഒരു വശത്ത് സംസ്ഥാന ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ, മറ്റൊന്ന് ദേശീയ തലത്തിൽ ഇടതുപക്ഷം ഒരു ശക്തി അല്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും കേന്ദ്രത്തിൽ BJP വിരുദ്ധ വോട്ടുകൾ UDFിലേക്ക് സമാഹരിക്കാം. ഈ 2 കാര്യങ്ങൾ, അത് BJP നന്നായിട്ട് ഈ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പ്രവർത്തിച്ചു. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, RSS നേരിട്ട് വരാതെ BJP തന്നെയാണ് എല്ലായിടവും പ്രവർത്തിച്ചത്. കാരണം RSSൻ്റെ ഒരു പ്രവർത്തനം നേരിട്ട് വന്നാൽ അത് BJPക്ക് ദോഷം ചെയ്യുമെന്ന് കണക്കാക്കിയായിരിക്കാം തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ RSS നേരിട്ട് ഇറങ്ങിയില്ല, മറിച്ച് BJP തന്നെ നേരിട്ടിറങ്ങി. അപ്പോൾ BJP വളരെ ശക്തമായി മുന്നേറുന്നു എന്നുള്ളൊരു തോന്നൽ മോദി ഘടകം കേരളത്തിൽ മോദി കഴിഞ്ഞ കുറേ കാലമായിട്ട് വരുന്നു. 7 പ്രാവശ്യം സമീപകാലത്ത് വന്നു. ഗുരുവായൂർക്ക് ഉൾപ്പെടെ തൃശ്ശൂരിൽ 3 പ്രാവശ്യം വന്നു. അപ്പോൾ ഇതെല്ലാം ഒരു അടിയൊഴുക്കിന് കാരണമാക്കുകയാണ്. ആ അടിയൊഴുക്ക് UDFന് അനുകൂലമാകുന്നുള്ളതിൻ്റെ പ്രധാന ദൃഷ്ടാന്തമാണ് മുസ്ലിം ലീഗിൽ ഇത്തവണ തിരഞ്ഞെടുപ്പ് കഴിയുന്നവരെയും അപശകനങ്ങളൊന്നും ഉണ്ടായില്ല. ഗൾഫിൽ നിന്ന് ചാർട്ടർ ഫ്ലൈറ്റ്സ് വരെ ഉണ്ടായി മലബാർ മേഖലയിൽ. അപ്പോൾ അത് കാണിക്കുന്നത് മുസ്ലിം കൺസോളിഡേഷൻ UDFന് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെയാണ് അടിയൊഴുക്കുകൾ. ഭരണവിരുദ്ധ വികാരം പ്രകടിപ്പിക്കാൻ കിട്ടിയ അവസരം കേരളത്തിലെ ഭരണവികാരം. 2, കേന്ദ്രത്തിൽ ഇടതുപക്ഷം ഒരു ശക്തി അല്ലാത്ത സ്ഥിതിക്ക് ആ വോട്ടുകൾ, മോദി വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കേണ്ടത് UDFിലാണെന്നുള്ള തോന്നൽ. 3, UDF കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തിൽ അധികാരത്തിലില്ല, 8 വർഷമായി കേരളത്തിലും അധികാരത്തിലില്ല. അപ്പോൾ അവർക്കെതിരെ വിരുദ്ധമായിട്ട് പറയാൻ വലിയ കാര്യങ്ങളില്ല. ഈ ഫാക്ടേഴ്സാണ് ഞാൻ അണ്ടർ കറൻസ് ആയിട്ട് കാണുന്നത്. ഈ സാഹചര്യത്തിൽ നിലവിലുള്ള 3 മുന്നണികൾ, അപ്പോൾ LDF, UDF, BJPയുടെ മുന്നണി, ND, അപ്പോൾ ഈ 3 മുന്നണികൾക്ക് സീറ്റ് ഷെയർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? 20 സീറ്റിൽ എത്ര UDFന് കിട്ടാൻ സാധ്യതയുണ്ട്? പരമ്പരാഗതമായി കേരളത്തിലൊരു ബൈപോളർ രാഷ്ട്രീയമാണ് ഉണ്ടായിരുന്നത്. ശക്തമായ 2 പാർട്ടികൾ ധ്രുവീകരിച്ച് അവർ വോട്ട് സമാഹരിക്കുമ്പോൾ അന്നത്തെ സാഹചര്യം കുറച്ചുകൂടി പ്രവചനത്തിന് അനുകൂലമായിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിലുള്ള പ്രശ്നം 3ാം മുന്നണി വന്ന് അത് പ്രത്യേകിച്ച് BJP കേന്ദ്ര തിരഞ്ഞെടുപ്പായതുകൊണ്ട് അസംബ്ലിയിൽ കിട്ടുന്ന വോട്ടുകളേക്കാൾ കൂടുതൽ പാർലമെൻറ്റിലേക്ക് പോൾ ചെയ്യും. അത് പഴയ കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. 2001 ഇലക്ഷൻ സമയത്ത് അസംബ്ലി പോൾ ചെയ്തതും പിന്നീട് ലോക്സഭാ പോളിംഗ് വന്നപ്പോൾ 2004 പോളിംഗ് വന്നപ്പോൾ BJPയുടെ വോട്ടിംഗ് ശതമാനം ലോക്സഭയിലേക്ക് വലുതാവുകയും അസംബ്ലിയിൽ ചുരുങ്ങുകയും ചെയ്തു. ഞാനീ പറഞ്ഞു വന്നത് ഈ ലോക്സഭാ പോളിൻ്റെ ഒരു പ്രത്യേകത എടുത്തു കാണുമ്പോൾ
തീർച്ചയായിട്ടും യു ഡി എഫിനുള്ള മുൻതൂക്കം വളരെ ശക്തമാണ്. ബി ജെ പിയുടെ പ്രസൻസ് കൊണ്ട് യു ഡി എഫിനോ എൽ ഡി എഫിനോ പ്രത്യേകിച്ചൊരു ദോഷം ചെയ്യുന്നില്ല. കാരണം അവരൊരു പുതിയൊരു മണ്ഡലം തുറക്കുകയാണ്. അങ്ങനെ പുതിയ മണ്ഡലം വെട്ടി തുറക്കുമ്പോൾ ബി ജെ പി തന്നെ സ്വയം ജയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ്. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ പുതിയ തലമുറയിലെ വോട്ടേഴ്സിന് ബി ജെ പിക്ക് കിട്ടുന്നുണ്ട്. യു ഡി എഫിന് തീർച്ചയായിട്ടും എൻ്റെ ഒരു കാഴ്ചപ്പാടിലൊരു 17 സീറ്റ് വരെ കിട്ടാമെന്നാണ്. എൽ ഡി എഫിന് ഒരു 2 സീറ്റും ഒരു പക്ഷേ ബി ജെ പിക്ക് തൃശ്ശൂർ സീറ്റും കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ്. അങ്ങനെ 17-2-1 എന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇതിൽ മാറ്റങ്ങൾ വരാം. എന്തായാലും യു ഡി എഫിന് നല്ല മുൻതൂക്കമുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. യു ഡി എഫ് സർക്കിൾസ് 20-20 പ്രതീക്ഷിക്കുന്നുണ്ട്. അതുണ്ടാകുമെന്ന് സംശയമാണ്. എന്തായാലും ഇങ്ങനെ ഒരു 85% സീറ്റുകൾ യു ഡി എഫിന് കിട്ടാനുള്ള സാധ്യതയും ഒരു 10% അങ്ങനെ 17-2-1 ആ നിലയ്ക്കാകാനാണ് സാധ്യത. അപ്പോൾ സാറ് 17 സീറ്റ് പറയുന്നു. സാറിൻ്റെ കണക്കുകളിൽ 17 മണ്ഡലങ്ങൾ ഏതൊക്കെ ആയിരിക്കാനാണ് സാധ്യത? അല്ല, ഏതൊക്കെ അല്ല എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ പിന്നെ എൽ ഡി എഫിന് പ്രതീക്ഷ വയ്ക്കാവുന്ന മണ്ഡലങ്ങളിൽ തീർച്ചയായിട്ടും ആലത്തൂറുണ്ട്, കണ്ണൂറുണ്ട്, മാവേലിക്കരയുണ്ട്. അപ്പോൾ ഇതിൽ മാവേലിക്കരയാണോ കണ്ണൂരിലാണോ മാറ്റം വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് രണ്ടിലേതെങ്കിലും ഒരെണ്ണം എൽ ഡി എഫിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂലമായ ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ആലത്തൂർ പരമ്പരാഗതമായ ഇടതുപക്ഷ മണ്ഡലമാണ്. കഴിഞ്ഞ തവണ വന്ന വലിയ ഒഴുക്കിൽ അത് സംഭവിച്ചു. ഇത്തവണ അങ്ങനെ ഒരു ഒഴുക്കില്ല. ആ ഒഴുക്കില്ല എന്ന് മാത്രമല്ല, ഇടതുപക്ഷ വികാരം ശക്തമായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഇടതുപക്ഷ മണ്ഡലത്തിൽ എത്രത്തോളം മാറ്റാൻ കഴിയുമെന്നുള്ള തോന്നലാണ്. പക്ഷേ രാധാകൃഷ്ണൻ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ അപ്പീല് വലുതാണ്. ഇപ്പോൾ രമ്യ ഹരിദാസന് രമ്യയ്ക്കുള്ള പ്രശ്നം ഞാൻ രമ്യ കഴിഞ്ഞ തവണ പ്രവർത്തിച്ചതിനെക്കുറിച്ച് ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. വലിയ നന്നായിട്ട് പാർലമെൻറ്റിൽ പെർഫോം ചെയ്തില്ല എന്നൊരു ആക്ഷേപമുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ തരംഗം യു ഡി എഫിന് അത്രയും ശക്തമല്ലാത്തത് കൊണ്ട് ആലത്തൂർ പരമ്പരാഗത ഇടതുപക്ഷ മണ്ഡലമായതുകൊണ്ട് അത് എൽ ഡി എഫിന് വരാൻ സാധ്യതയുണ്ട്. മാവേലിക്കര സ്ഥാനാർത്ഥി ഒരുപാട് തവണ മത്സരിച്ചത് 9ാം തവണയാണ് മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ. അതേസമയം എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാകട്ടെ ചുറുചുറുപ്പുള്ള ചെറുപ്പക്കാരനാണ്. ജനങ്ങൾക്ക് ഒരു മാറ്റം ആഗ്രഹിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് മാവേലിക്കരയിലും ഒരു മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ കണ്ണൂരിനെ കുറിച്ചും ആൾക്കാർ പറയുന്നുണ്ട്. പോളിംഗ് താരതമ്യേന ഉത്തര മലബാറിൽ പോളിംഗ് വർദ്ധിച്ചു. പക്ഷേ സുധാകരനെതിരെ ആക്ഷേപങ്ങൾ ഒരുപാടുണ്ട്. ആക്ഷേപങ്ങൾ സ്വന്തം പാർട്ടിക്കാരുടെ ഉണ്ട്, മറ്റുള്ളവരുടെ ഉണ്ട്. പ്രത്യേകിച്ച് സുധാകരൻ നടത്തിയ ചില പരാമർശങ്ങൾ മനഃപൂർവ്വം അല്ലെങ്കിലും എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ ബി ജെ പി പോകും എന്ന് ആരോട് ഞാൻ ചോദിക്കാൻ എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ ഉത്തര മലബാറിലെ കുറച്ച് ആൾക്കാർക്കെങ്കിലും വേദന ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ അവിടെ ബി ജെ പി എന്ന് പറയുന്നതിനെതിരെ ഐഡിയോളജിക്കലായിട്ടുള്ള വൈരുദ്ധ്യമുണ്ട്, എതിർപ്പുണ്ട്. അതേപോലെ ബി ജെ പി ഒരു ഹിന്ദു ബേസ്ഡ് പാർട്ടി ആയതുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ എതിർപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം ന്യൂനപക്ഷം സുധാകരനെ സഹായിച്ചു എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. അപ്പോൾ സാറിന്റെ കണക്കൂട്ടൽ തെക്ക് നിന്ന് മാവേലിക്കര, പിന്നീട് പാലക്കാട്, ആലത്തൂർ, അത് മൂന്ന് മണ്ഡലങ്ങൾ. മലബാറിൽ മലബാറിൽ കണ്ണൂർ, ആലത്തൂർ. അത് ആലത്തൂർ തന്നെ ഒരു കിഴക്കൻ മലബാർ എന്ന് പറയാം. പിന്നെ മാവേലിക്കര, തെക്കുള്ള മാവേലിക്കര. ഇത് മൂന്നുമാണ് എൽ ഡി എഫിനായിട്ട് സാർ പരമാവധി വരാൻ പോകുന്നത്. ശേഷിക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് പിന്നെ തൃശ്ശൂര് ബി ജെ പി കിട്ടുകയും ചെയ്യും. അതിന് ശേഷമുള്ള 16 മണ്ഡലങ്ങളാണ് യു ഡി എഫിന് സാധ്യതയായിട്ട് സാർ കണക്കിലെടുക്കുന്നത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ തവണയും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായിട്ട് ഇവിടെ ബി ജെ പി ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറക്കും. പല സാധ്യതകളിലായിട്ട് പല തവണ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 2019 തെരഞ്ഞെടുപ്പ് പത്തനംതിട്ടയിൽ 3 ലക്ഷം വോട്ട് സമാഹരിച്ച് വലിയ മുന്നേറ്റം നടത്തുകയും ചെയ്തു. അപ്പൊ ഇത്തവണ തിരുവനന്തപുരം, ആറ്റിങ്ങല്, തൃശ്ശൂര് 3 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ് കണക്കാക്കി വെച്ചിരിക്കുന്നത്. ഇതിൽ തിരുവനന്തപുരത്തെ കുറിച്ചാണ് ദേശീയ തലത്തിലും ഒക്കെ വലിയ ചർച്ച നടന്നത്. സാർ എന്തുകൊണ്ട് തിരുവനന്തപുരത്തിന് പകരം തൃശ്ശൂർ സാറ് പറയുന്നു? കാരണം തിരുവനന്തപുരം നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ചില ഘടകങ്ങളുണ്ട്. നല്ല സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ. ശശി തരൂരിനോടൊപ്പം തുല്യതയുള്ള എല്ലാ അർത്ഥത്തിലും, കരിഷ്മയുടെ കാര്യത്തിലും, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും, മന്ത്രി എന്നുള്ള പ്രവർത്തനത്തിലും നല്ലൊരു കാൻഡിഡേറ്റാണ്. പക്ഷേ ഇവർ തമ്മിൽ മത്സരിക്കുമ്പോൾ മൂന്നാമതുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ പ്രസൻസ് കഴിഞ്ഞ തവണ 2019 പോലെ സി ദിവാറിന് പറ്റിയതുപോലെ ഒരു ലോ പ്രൊഫൈൽ ക്യാമ്പയിൻ പോലെ ആയിപ്പോയില്ലേ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ശക്തമായി ഇടതുപക്ഷത്തിന് കിട്ടാതിരിക്കുമ്പോൾ ആ വോട്ടുകൾ കോൺഗ്രസിലേക്ക് വരും. അതൊരു ഘടകം. 2, ഈ തീരദേശ മണ്ഡലങ്ങൾ നമുക്കറിയാം, പാറശാല, കോവളം, നെയ്യാറ്റിൻകര, ആ മേഖലകളിലുള്ള ന്യൂനപക്ഷ ക്രോഡീകരണം അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്. ബിഷപ്പ് നെറ്റോ വളരെ വ്യക്തമായി ഇന്നലെയും പറഞ്ഞു,
UDF ജയിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, മോദി പരാജയപ്പെടാനാകും. അപ്പോൾ ഷുവറാണ് ലാറ്റിൻ കാത്തലിക്സിൻ്റെ വോട്ട് ഗണ്യമായി തരൂറിന് വന്നിട്ടുണ്ട്. CSI സൗത്ത് കേരള നാളാർ വിഭാഗവും നന്നായിട്ട് ശശി തരൂറിനെ പിന്തുണയ്ക്കുന്നുണ്ട്. മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ടുകൾ പ്രത്യേകിച്ച് പറയണം. അപ്പോൾ ഈ ഇത്രയും കൺസോളിഡേഷൻ വന്നു. തൃശ്ശൂരിൽ മറുവശത്തുള്ള പ്രത്യേകത എന്താണ്? ഇപ്പോൾ മറുവശത്ത് തിരുവനന്തപുരത്തുള്ള ജയസാധ്യത കുറഞ്ഞു എന്ന് അതിൽ നിന്ന് മനസ്സിലായി. തരൂറിനുള്ള വിജയത്തിനുള്ള വീണ്ടും ഒരു ചാൻസ് അവിടെ വന്നു. അർബൻ ഏരിയാസിൽ രാജേന്ദ്രന് നല്ല വോട്ട് കിട്ടുമെങ്കിലും റൂറൽ ഏരിയാസിൽ കിട്ടത്തില്ല എന്നുള്ളതാണ്. എന്നാൽ തൃശ്ശൂരിൻ്റെ പ്രത്യേകത, സുരേഷ് ഗോപി കഴിഞ്ഞ 5 വർഷമായി രാജ്യസഭാ മെമ്പറായ 6 വർഷം ഇരുന്നപ്പോഴും കൂടുതൽ നേരം പ്രവർത്തിച്ചത് തൃശ്ശൂരാണ്. അതിനിടയ്ക്ക് അദ്ദേഹം 2,88,000 വോട്ട് 19-ൽ നേടി. പിന്നെ അസംബ്ലിയിലും ഒന്ന് മത്സരിച്ചു. അസംബ്ലിയിൽ പകുതി മനസ്സോടെയാണ് മത്സരിച്ചത്. പക്ഷേ ഇത്തവണ ലോക്സഭയ്ക്ക് വേണ്ടി കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം, രാജ്യസഭാ മെമ്പർ എന്നുള്ള പ്രവർത്തനം, പിന്നെ തുടർച്ചയായി അദ്ദേഹം എല്ലാ വിഭാഗക്കാരെയും ഒരുപോലെ കാണാൻ ശ്രമിച്ചു. ക്രൈസ്തവ വിഭാഗത്തിൻ്റെ പിന്തുണ അദ്ദേഹം പ്രത്യേകം നേടി. ആ ക്രൈസ്തവ വിഭാഗത്തിന് സുരേഷ് ഗോപിയുടെ എതിർപ്പില്ല എന്നുള്ള 1-2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മോദിയുടെ നിരന്തരമായ വരവ്, അപ്പോൾ തൃശ്ശൂരിൻ്റെ വികസനം അതിന് ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗക്കാർക്കും സുരേഷ് ഗോപിയിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രകമ്പനം കൊള്ളുന്ന ഒരു വ്യക്തിത്വമായി മാറുന്നു. ജയിച്ചാൽ ഉറപ്പ് ക്യാബിനറ്റ് റാങ്കാണ് എന്നുള്ളത് കൊണ്ടും രാജ്യസഭാ മെമ്പറായ തൃശ്ശൂരിന് ചെയ്ത കാര്യങ്ങളും, പിന്നെ കഴിഞ്ഞ തവണ 2,88,000 വോട്ടിന് മുകളിൽ അദ്ദേഹത്തിന് 1 ലക്ഷം വോട്ട് കൂടെ കിട്ടാമെങ്കിൽ, പ്രത്യേകിച്ച് തൃശ്ശൂരിൽ കാണുന്ന ത്രികോണ മത്സരം, കേരളത്തിലെ 20 മണ്ഡലത്തിൽ ഒരൊറ്റ മണ്ഡലത്തിലെ യഥാർത്ഥ ത്രികോണ മത്സരമുള്ളൂ. അപ്പോൾ ത്രികോണ മത്സരം എന്ന് പേര് പറയാനാണെങ്കിൽ തിരുവനന്തപുരത്തുണ്ട്, ആറ്റിങ്ങലിലുണ്ട്, തൃശ്ശൂരുണ്ട്, പാലക്കാടുണ്ട്, കാസർഗോഡുണ്ട്, ഒരു പരിധിവരെ പത്തനംതിട്ടയിലുണ്ട്. ഈ 6-7 മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരമുണ്ട്. BJPക്ക് സൈസബിളായിട്ട് വോട്ട് ഷെയർ കിട്ടും. ഇത്തവണ BJPയുടെ വോട്ട് ഷെയർ കൂടും. 2% കഴിഞ്ഞ തവണത്തേക്കാൾ കൂടി 17% തീർച്ചയായിട്ടും എത്തും. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട 3 സ്ഥാനാർത്ഥികളാണ് മത്സരത്തിലുള്ളത്. സുരേഷ് ഗോപിക്ക് പുറമെ LDF-ൽ നിന്ന് സുനിൽകുമാർ, കോൺഗ്രസിന്റെ K മുരളീധരൻ, വടകരയിൽ നിന്നുണ്ട്. അപ്പൊ 3 പേരും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളായിരിക്കെ ഒരു മേൽക്കൈ സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയമായിട്ട് എങ്ങനെ കൈവരും? അതാണ് നമുക്കൊരു അത്ഭുതം തോന്നുന്നത്. കാരണം അതൊരു കക്ഷി രാഷ്ട്രീയ വോട്ടല്ല. നമുക്ക് പരമ്പരാഗതമായി നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂരിൽ എല്ലാ പാർട്ടിക്കും നല്ല സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. BJPക്ക് അത്യാവശ്യമുണ്ട്. പക്ഷേ അവിടെ CPI എത്രയോ പ്രാവശ്യം ജയിച്ചു, കോൺഗ്രസ് എത്രയോ പ്രാവശ്യം ജയിച്ചു. CPM-നും ജില്ലാതലത്തിൽ നല്ല അടിത്തറയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പുറമെയാണ് BJPക്ക് മെഷീനറി ഉണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷേ സുരേഷ് ഗോപി വ്യക്തിപരമായി ആ മണ്ഡലത്തെ സ്വാധീനിച്ചു, നഗരമണ്ഡലങ്ങൾ പ്രത്യേകിച്ച്. പിന്നീട് അദ്ദേഹം മേഖലകളിലും പ്രവർത്തിച്ചു. ആ പ്രവർത്തനം മറുവശത്തുണ്ടായ കാര്യങ്ങൾ വ്യക്തമായി സുനിൽകുമാറിനുള്ള ആധിപത്യം, അവിടെ പ്രതാപനായിരുന്നെങ്കിൽ 3-ാം സ്ഥാനത്ത് പോകുമെന്നുള്ള തോന്നലിൽ മുരളീധരനെ കൊണ്ടുവന്നു. അപ്പോൾ തൃശ്ശൂർ പിടിക്കാൻ തന്നെയാണ് മുരളീധരനെ കൊണ്ടുവന്നത്. പക്ഷേ മുരളീധരന് വളരെ നന്നായിട്ട് ജയിക്കാൻ പറ്റുന്നൊരു മണ്ഡലമാണ്. അത് നഷ്ടപ്പെടുകയും അദ്ദേഹത്തിന് തൃശ്ശൂരിലേക്ക് വരികയും ചെയ്തു. ഇനി തൃശ്ശൂർ എങ്ങനെയാണ് ജയിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് മുമ്പിലെ വെല്ലുവിളി. കാരണം ഒരു പരിധിവരെ പ്രതാപൻ്റെ അനുഭാവികൾ കുറച്ച് പേർക്കെങ്കിലും പ്രതാപനെ മാറ്റിയതിൽ നീരസമുണ്ട്. അത് പിന്നീട് നമുക്ക് KPCC ഓഫീസിലേക്ക് കിടന്ന ചർച്ചകളിൽ മുരളീധരൻ പൊട്ടിത്തെറിച്ചു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ അതൊന്ന്. സുനിൽകുമാർ നല്ല കാൻഡിഡേറ്റാണ്, ലോക്കൽ കാൻഡിഡേറ്റാണ്. അദ്ദേഹത്തിന് നല്ല അഭിപ്രായം ജനങ്ങളുടെ ഇടയിലുണ്ട്. ആ നിലയ്ക്ക് ഏറ്റവും നല്ല കാൻഡിഡേറ്റായിട്ട് ലെഫ്റ്റിന് ജയിക്കാൻ പറ്റുന്നൊരു മണ്ഡലമായിരുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പിൻ്റെ രംഗം കൂടുതൽ കൊഴുത്തതോടുകൂടി ശക്തമായ ബാലൻസ്ഡ് ട്രയാങ്കുലറായി. അപ്പോൾ ബാലൻസ് ട്രയാങ്കുലറായപ്പോൾ BJP വോട്ടുകൾ വ്യക്തമായി UDF-ലും LDF-ലുമായി ചിതറുന്നു. BJPക്ക് ഒരു അഡ്വാൻറ്റേജ് അവിടെ കിട്ടുന്നു. ആ അഡ്വാൻറ്റേജ് കിട്ടാൻ അത് അരാഷ്ട്രീയമാണെന്ന് പറയുന്നില്ല, വ്യക്തിപരമായ സുരേഷ് ഗോപിയുടെ വോട്ടാണ്. ഇതിനൊക്കെ പുറമെ മോദി 2-3 പ്രാവശ്യം വന്നത്, അതിനും കൂടി എല്ലാത്തിനും അവസാനം ലോക്സഭാ തിരഞ്ഞെടുപ്പ് തൃശ്ശൂർ പൂരം അവസാനിച്ചപ്പോഴുണ്ടായ ചില പ്രശ്നങ്ങൾ, അതെന്തായാലും സുരേഷ് ഗോപിക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കി. അപ്പോൾ എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന് നമുക്ക് അറിഞ്ഞൂടാ. പൂരം കുറച്ചെങ്കിലും അലങ്കോലപ്പെട്ടപ്പോൾ അതെന്തായാലും ഒരു ഭരണവിരുദ്ധ വികാരമായി മാറി. അതെന്തായാലും സുനിൽകുമാറിന് ഗുണം ചെയ്യില്ല, മുരളിക്ക് ഗുണം ചെയ്യില്ല, പരോക്ഷമായിട്ട് സുരേഷ് ഗോപിക്കാണ്. ഇതുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് ജയിക്കാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നു എന്ന് പറയുന്നത്. BJPയുടെ 2 കേന്ദ്രമന്ത്രിമാരാണ് തിരുവനന്തപുരത്തും ആറ്റിങ്ങലുമായിട്ട് മത്സരിക്കുക. അവർ ജയിക്കാതിരിക്കുകയും രാജ്യസഭാംഗമായ സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ സാർ പറഞ്ഞ തിരുവനന്തപുരം പറഞ്ഞു, തൃശ്ശൂർ പറഞ്ഞു. ആറ്റിങ്ങലിന്റെ കാര്യം എങ്ങനെയാണ്? ആറ്റിങ്ങൽ V മുരളീധരൻ ഏറെക്കാലമായിട്ട് ഭരണകാലത്ത് തന്നെ അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും മുന്നേറുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ആറ്റിങ്ങൽ ഒരു സാധ്യത കാണുന്നില്ല? ആറ്റിങ്ങലിൽ V മുരളീധരൻ ഗണ്യമായ വോട്ട് വർദ്ധിക്കും, നല്ല വോട്ട് കിട്ടുകയും ചെയ്യും. പ്രത്യേകിച്ച് അവിടുത്തെ നായർ വോട്ട്സുകൾ കൂടുതലും V മുരളീധരനാണ് കിട്ടാൻ ചാൻസ്.
അതേസമയം ഇഴ വോട്ടുകൾ 3 സ്ഥാനാർത്ഥികളുമായി വീതിച്ചു പോകുമ്പോൾ അവിടെ പിന്നെ ഫാക്ടറായിട്ട് നിൽക്കുന്ന നായർ വോട്ട്സ് അവിടുത്തെ നമ്പർ തീരെ കുറവൊന്നുമല്ല. അതിൻ്റെ ഭൂരിപക്ഷം, നല്ല ഭൂരിപക്ഷം മുരളീധരന് കിട്ടും. പക്ഷേ ഇതൊന്നും കൊണ്ട് അവിടെ ജയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. സ്ട്രൈക്ക് റേറ്റ് അതിൻ്റെ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ ഒന്നുകിൽ നല്ലൊരു ട്രയാങ്കുലർ ആകണം, അതല്ലെങ്കിൽ അടൂർ പ്രകാശ് താഴോട്ട് വരണം. അത് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് അവിടെ കിടപ്പുണ്ട്, അത് വ്യക്തമായിട്ട് അവിടെയുണ്ട്. ചുരുക്കത്തിൽ ഈ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് സ്റ്റേബിളായി നിൽക്കുകയും അടൂർ പ്രകാശ് കഴിഞ്ഞാൽ ജയിച്ച സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനുള്ള അംഗീകാരം അവിടെ നിൽക്കുമ്പോഴും നെഗറ്റീവ് ഫാക്ടേഴ്സ് പ്രത്യേകിച്ച് ഈ അടൂർ പ്രകാശിനുമില്ല, ഇടതുപക്ഷ കാൻഡിഡേറ്റിനുമില്ല. അപ്പോൾ പിന്നീട് ഉള്ള പ്രശ്നം വരുന്നത് മുരളീധരനാണ്. അതുകൊണ്ടാണ് അതൊരു വിജയസാധ്യതയിലേക്ക് എത്താൻ പറ്റുന്നില്ല. പക്ഷേ ക്ലോസ് തേർഡായിട്ട് വരും. സെക്കൻഡ് ആകാൻ ചാൻസ് ഇല്ല, പക്ഷേ വെരി ക്ലോസ് തേർഡ് ആവും. അപ്പോൾ അതുകൊണ്ട് 28-30% അടുത്ത് വരെ വോട്ട് പിടിക്കാനുള്ള സാധ്യത മുരളീധരനുമുണ്ട്. അല്ല, ഈഴ വോട്ടുകൾ 3 സ്ഥാനാർത്ഥികൾക്കായി യോജിച്ചു പോവുകയും നായർ സമുദായത്തിന്റെ വോട്ടുകൾ മുരളീധരന് മാത്രമായി കിട്ടുകയും ചെയ്യുമെന്ന് സാർ പറയാൻ എന്താണ് കാരണം? അല്ല, അത് BJPയുടെ പൊതുവിൽ കേരളത്തിലുള്ള സാഹചര്യം നോക്കിയാൽ BJP വളർന്നത് തന്നെ നായർ സമുദായത്തിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ്. പിന്നീട് BJPക്ക് മനസ്സിലായി അതുകൊണ്ട് മാത്രം സ്ട്രൈക്ക് റേറ്റ് ശരിയാവില്ല, വിജയിക്കാൻ പറ്റില്ല. കാരണം 14% ജനസംഖ്യയിലുള്ളൂ. അവിടുത്തെ ഉന്നത വിഭാഗം എന്നുള്ള പരമ്പരാഗത വികാരം സൃഷ്ടിച്ച സാഹചര്യം മാറി BJP താഴോട്ട് വന്ന് പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിലും അതോടൊപ്പം താഴോട്ട് മറ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റികളിലും ദളിത് മേഖലകളിലും. അപ്പോൾ ഇത് ദേശീയ തലത്തിൽ തന്നെ BJPയുടെ ഒരു പ്രോജക്റ്റാണ് സബാൾട്ടേൺ ഹിന്ദുത്വം. എന്നാൽ ഉന്നതകുല BJP ഹിന്ദു അല്ല, സബാൾട്ടേൺ. ആ പ്രോജക്റ്റ് ഗംഭീരമായി വിജയിച്ചതാണ് സമീപകാലത്ത് കണ്ടത്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ജാർഖണ്ഡിലും ഹിൽ ട്രൈബ് ഏരിയാസിൽ പോലും ഗിരിവർഗ മേഖലയിൽ പോലും BJP തൂത്തുവാരി ജയിച്ചത്. ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ഒക്കെ നോക്കിയാൽ അറിയാം. ആ പ്രോജക്റ്റ് എല്ലാ മേഖലയിലും വന്നു, കേരളത്തിലും അതുണ്ടായി. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ ഗണ്യമായ OBC വിഭാഗം ലെഫ്റ്റിനോടാണ്. അപ്പോൾ അവിടെ പെനിട്രേറ്റ് ചെയ്യുക എന്നുള്ളൊരു വെല്ലുവിളി. മറ്റൊന്ന് ദളിത് വിഭാഗത്തിനകത്ത് കൂടുതലും ലെഫ്റ്റും കോൺഗ്രസുമാണ്. പരമ്പരാഗത കോൺഗ്രസ് അതിപ്പോൾ ലെഫ്റ്റിലേക്ക് വന്നു. ഇത് രണ്ടിടയിൽ എങ്ങനെ കയറാൻ പറ്റും? അതാണ് BJPയുടെ വലിയ വെല്ലുവിളി. BJPക്ക് നായർ വോട്ട്സ് കൊണ്ടൊന്നും ആകുന്നില്ല. പക്ഷേ പൊതുവിലുള്ള ട്രെൻഡ് നോക്കുമ്പോൾ നായർ സമുദായം ഗണ്യമായുള്ള തിരുവനന്തപുരവും ആറ്റിങ്ങലും തീർച്ചയായിട്ടും അത് BJP ആണ്. ആ നിലയ്ക്ക് പരമ്പരാഗതമായിട്ടാണ്. ഇപ്പോൾ പ്രത്യേക സാഹചര്യം ആറ്റിങ്ങൽ നോക്കുമ്പോഴും നായർ വോട്ട്സിൻ്റെ നല്ലൊരു ഭാഗം മുരളീധരനാണ് കിട്ടാൻ സാധ്യത. അപ്പോൾ അങ്ങനെ വരുമ്പോഴേ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത്, ഒരിക്കലും ഒരു അഭിപ്രായം പറഞ്ഞത് ഡൽഹി നായരും മറ്റൊരു നായരും മത്സരിക്കുന്നു എന്നാണ്. ഇപ്പോൾ അങ്ങനെ ആ രീതിയിലുള്ള വിശേഷം ഇല്ലെങ്കിൽ പോലും 2 സമുദായ അംഗങ്ങൾ പ്രധാനപ്പെട്ട പാർട്ടികളിൽ തിരുവനന്തപുരത്ത് മത്സരിക്കുകയാണ്, രാജീവ് ചന്ദ്രശേഖരൻ, ശശി തരൂർ. ഇവിടെ നായർ വോട്ട് എങ്ങനെയായിരിക്കും? യാതൊരു സംശയമില്ല, രാജീവ് ചന്ദ്രശേഖരനായിരിക്കും. കാരണം NSS ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും അനൗപചാരികമായിട്ട് എനിക്കറിയാവുന്ന മേഖലകളിൽ തന്നെ തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും NSSൻ്റെ പിന്തുണ രാജീവ് ചന്ദ്രശേഖരനും മുരളീധരനുമാണ്. അത് അവരുടെ ഇടയിലുള്ള വർക്ക് ആ നിലയ്ക്ക് പോയി. രാഷ്ട്രീയപരമായിട്ട് എതിർപ്പില്ല. ഒരുപക്ഷെ NSS പറഞ്ഞില്ലെങ്കിൽ നായന്മാർ BJP വോട്ട് ചെയ്യും. അപ്പോൾ പിന്നെ തടയായിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായാലും രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായൊരു സാഹചര്യം NSSൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഗണ്യമായ നമ്പറുകളുള്ള തിരുവനന്തപുരം ജില്ലയിൽ NSSൻ്റെ വോട്ട് നിർണായകമാണ്. അപ്പോൾ NSSന് എതിർപ്പില്ലാത്ത 2 സ്ഥാനാർത്ഥികളാണ് രാജീവ് ചന്ദ്രശേഖറും V മുരളീധരനും. ഇപ്പോൾ ശശി തരൂരിനോട് മുമ്പ് NSSന് എതിർപ്പുണ്ടായിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. NSS ആസ്ഥാനത്ത് അദ്ദേഹത്തെ സ്വീകരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ശശി തരൂരിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം നീണ്ടകാലം ഇവിടെ ജയിച്ചു, 3 തവണ ജയിച്ചു. അപ്പോൾ 4ാം തവണത്തേക്ക് ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ആവർത്തന വിരസത, അതോടൊപ്പം പൊതുവിലുള്ള ഒരു ചിന്താഗതി, ശശി തരൂർ നല്ലൊരു വാഗ്മിയാണ്, നല്ല ബുദ്ധിജീവിയാണ്, നല്ല പ്രാസംഗികനാണ്, എല്ലാവർക്കും ഇഷ്ടമാണ് അദ്ദേഹത്തെ കാണാൻ. അതൊക്കെ ശരി തന്നെ. ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദീസ് അദ്ദേഹത്തിന് ജില്ലയിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വേണ്ട രീതിയിൽ പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അദ്ദേഹം ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പോയി നന്നായി പ്രസംഗിക്കും, ലോകമെമ്പാടും അറിയപ്പെടുന്ന എഴുത്തുകാരനാണ്. അതിൻ്റെ ഗ്ലാമർ 2-3 ഇലക്ഷനിൽ നന്നായിട്ട് കിട്ടി. പക്ഷെ അത് വീണ്ടും 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 വരുമ്പോൾ ജില്ലയ്ക്ക് എന്ത് പുരോഗതി ഉണ്ടായി, എന്താണ് അദ്ദേഹം കൊണ്ടുവന്ന കാര്യം എന്ന് പറയുമ്പോൾ പറയാൻ വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പ്രോജക്റ്റ് പ്ലെയിനിലിരുന്ന് ഞാൻ അദാനിയോട് സംസാരിച്ച് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ബാലിശമായിട്ടേ ആൾക്കാർ കാണത്തുള്ളൂ. അപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ്റിൽ ഒരു സ്വാധീനമില്ലാത്ത ഒരാൾ അതേസമയം അദ്ദേഹം വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായി കാണാൻ കഴിയുന്നില്ല. അപ്പോൾ നമുക്കൊരു താരതമ്യം എടുത്താൽ കൊല്ലത്ത് പ്രേമേന്ദ്രനെ നോക്കിയാട്ടെ, അദ്ദേഹം UDFൻ്റെ സ്ഥാനാർത്ഥിയാണ്. പക്ഷേ കൊല്ലത്ത് ലോക്സഭാ മണ്ഡലത്തിൽ എന്ത് പുരോഗതിയാണ് അദ്ദേഹം കൊണ്ടുവന്നത്? അതുകൊണ്ട് പ്രേമേന്ദ്രൻ നിഷ്പ്രയാസം ജയിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. പക്ഷേ ശശി തരൂർ ആ നിലയ്ക്കുള്ള പുരോഗതിയൊന്നും കൊണ്ടുവന്നില്ല. പക്ഷേ പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസി തരൂറിന് ഇപ്പോഴും അനുകൂലമാണ്.
ഇപ്പൊ സാറ് ജാതി രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, മറ്റ് ജാതികൾ ഇത് സംബന്ധിച്ച് തന്നെ ഇതേപോലെ തന്നെ ഇപ്പൊ ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ട്, മുസ്ലിം സമുദായത്തിന്റെ വോട്ട്, ഇതെല്ലാം ആകർഷിക്കാൻ BJP ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ബിഷപ്പുമാരുടെ ഒരു യോഗം വിളിച്ചു, മുസ്ലിം സമുദായത്തെ പ്രീതിപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഈ കാര്യത്തിൽ എങ്ങനെ മാറ്റം ഉണ്ടാവും? കേരളത്തിൽ ഈ ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ടും മുസ്ലിം സമുദായത്തിന്റെ വോട്ടും ഏതൊക്കെ രീതിയിൽ BJP കിട്ടാനും കിട്ടാതിരിക്കാനും അതെ, സാധ്യത? വളരെ പ്രസക്തമായ ചോദ്യമാണ്. പ്രത്യേകിച്ച് 27% മുസ്ലിങ്ങളും 18%-ഓളം ക്രിസ്ത്യൻസുമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പം 45%. ഇതല്ലാതെ തന്നെ നമ്മൾ കണക്ക് കൂട്ടാത്തൊരു വിഭാഗമുണ്ട്. അത് സാധാരണ രാഷ്ട്രീയ ചർച്ചകളിൽ വരാത്തതാണ്. ദളിത് വിഭാഗത്തിൽ ഗണ്യമായൊരു വിഭാഗം ദളിതരാണ്, ക്രൈസ്തവ വിഭാഗത്തിൽ. അത് ദളിത് ക്രിസ്ത്യൻസ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. അതുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഹിന്ദുക്കൾ ഒരു 50%, 49% ഉള്ളൂ. കാരണം 10%-ൽ 5%-ഓളം ദളിത് ക്രിസ്ത്യൻസ് ആണെങ്കിൽ അപ്പോൾ 45, 50 ആയിക്കഴിഞ്ഞു. അപ്പോൾ ശരിക്കും അങ്ങനെ ഹിന്ദു ഭൂരിപക്ഷം കൊണ്ട് ഒരിക്കലും BJPക്ക് കേരളത്തിൽ ജയിക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കി തന്നെയാണ് ക്രൈസ്തവ വിഭാഗത്തിലേക്ക് BJP ഇറങ്ങി തിരിച്ചത്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ക്രൈസ്തവ വിഭാഗത്തിൽ ജനസംഖ്യയിൽ കൂടുതലും ഫോർവേഡ് കാസ്റ്റുകാരാണ്, ബാക്ക്വേഡ് കാസ്റ്റ് കുറവാണ്. OBC ക്രിസ്ത്യൻസ് കുറവാണ്, ഉണ്ട്, പിന്നെ ദളിത് ക്രിസ്ത്യൻസും ഉണ്ട്. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൽ ഫോർവേഡ് കാസ്റ്റാണ് കൂടുതൽ. അവർക്ക് 15-16 പള്ളികളുണ്ട്, വിഭജിച്ചൊക്കെ നിൽക്കുന്നു. ബട്ട് ബൈ ആൻഡ് ലാർജ് നല്ല മൊബിലിറ്റിയുള്ള സാമൂഹിക വികസനം നേടി ലോകം കണ്ട സമൂഹമാണ്. അപ്പോൾ അവരിലേക്ക് BJPക്ക് ഇറങ്ങാനുള്ള സാഹചര്യം വന്നു. പ്രത്യേകിച്ച് അവർക്ക് പ്രായോഗികമായ വികസനം കൊണ്ടുവരുന്നു. പിന്നെ ദേശീയപരമായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പല വകുപ്പുകൾക്ക് ഇതിൽ പ്രസക്തിയുണ്ട്. ഹോം മിനിസ്ട്രി ഉണ്ട്, ഇൻ്റർനാഷണൽ റിലേഷൻസ് ഉണ്ട്, ഫോറിൻ പോളിസി ഉണ്ട്, എക്സ്റ്റേണൽ അഫയേഴ്സ് ഉണ്ട്. അപ്പോൾ പ്രായോഗിക ചിന്താഗതിയിൽ ഇടതുപക്ഷ ക്രിസ്ത്യൻസിന് കുറച്ചുകൂടി കോൺഗ്രസ്സിന് ശക്തി ഇല്ലെങ്കിൽ ഇടതുപക്ഷത്തേക്കാൾ അവർ പ്രിഫർ ചെയ്യുന്നത് BJPയാണ്. ഇടതുപക്ഷത്തിന് കേന്ദ്രത്തിൽ ശക്തി ഉണ്ടെങ്കിൽ ആ ആറ്റിറ്റ്യൂഡ് മാറും. പക്ഷേ കോൺഗ്രസ് കേന്ദ്രത്തിൽ ദുർബലമാണെങ്കിൽ പിന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് ഫോർവേഡ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പ്രിഫറൻസ് കുറച്ചെങ്കിലും BJPക്ക് അനുകൂലമായിട്ട് വരും. മുസ്ലിം കമ്മ്യൂണിറ്റി ഒട്ടും വരത്തില്ല, വളരെ കുറച്ചേ വരത്തുള്ളൂ. പക്ഷേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നന്നായിട്ട് BJPക്ക് വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും തൃശ്ശൂരിൽ കാണാവുന്നതാണ്. തിരുവനന്തപുരത്ത് ബാക്ക്വേർഡ് ക്രിസ്ത്യൻസാണ് കൂടുതലുള്ളത്, അത് അത്രയും കാണാൻ പറ്റില്ല. അപ്പോൾ പൊതുവിൽ ഫോർവേഡ് ക്രിസ്ത്യൻസിനിടയിൽ BJPക്ക് ഒരു ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. അത് BJP പ്രവർത്തിക്കുന്നതാണ്. പക്ഷേ BJPക്ക് കയറാൻ പറ്റാത്ത മേഖല എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗത്തിലാണ്. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം ഇവിടെ മുസ്ലിം ലീഗിൻ്റെ പ്രസക്തിയുണ്ട്, പിന്നെ മോഡറേറ്റ് അല്ലാത്തൊരു വിഭാഗം മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊരിക്കലും BJPക്ക് സിമ്പതി കൊടുക്കുകയില്ല. പിന്നെ മുസ്ലിം ലീഗ് വ്യക്തമായിട്ട് അതിൻ്റെ നിലപാട് UDFന് അനുകൂലമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടുത്തെ മുസ്ലിം വിഭാഗത്തിൻ്റെ 1% വോട്ട് പോലും BJPക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ക്രൈസ്തവ വിഭാഗത്തിൽ അങ്ങനെയല്ല, കുറച്ചൊരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. ഇത് BJP മനസ്സിലാക്കിയാണ് അതിൻ്റെ പ്രവർത്തനം കുറേശ്ശെ നമ്മൾ 2% BJPക്ക് നേടിയ 80-ലെ അസംബ്ലി ഇലക്ഷൻ, 82-ലെ അസംബ്ലി ഇലക്ഷൻ തൊട്ട് നോക്കിയാൽ ഇന്നിപ്പോൾ 15 പാർലമെൻറ്റിൽ, ഇപ്പോൾ 2% കൂടി 17. അങ്ങനെ ആ ഗ്രോത്ത് ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ മാത്രം നിന്നാൽ ഈ വളർച്ച ഉണ്ടാവില്ല. ആ ഹൊറിസോണ്ടൽ ഗ്രോത്ത് വരുന്നു. പക്ഷേ ചില കമ്മ്യൂണിറ്റിയിൽ വളരാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ഇവിടെ ഈഴവ കമ്മ്യൂണിറ്റിയിൽ വളർന്നാലേ BJPക്ക് ശക്തിയാവുള്ളൂ. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി നടേശൻ കൂടെ ഉള്ളത്. പക്ഷെ അതുകൊണ്ട് വോട്ടാകുന്നുണ്ടോ എന്ന് പറഞ്ഞുകൂടെ, തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥിയുമാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള പ്രവർത്തനം വരുന്നുണ്ട്. ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ, അപ്പർ കാസ്റ്റിനിടയിൽ, അപ്പർ കാസ്റ്റ് ക്രിസ്ത്യൻസിനിടയിൽ ഒരു സ്വാധീനം BJPക്ക് വളർന്നിട്ടുണ്ട്. ഈ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്ന കോട്ടയം മണ്ഡലം മറ്റൊരു തരത്തിലൊരു പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമാണ്. കാരണം ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവിയുടെ നിലനിൽപ്പിന്റെ ഒരു മണ്ഡലമായിട്ടാണ് കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ LDFന്റെ സ്ഥാനാർത്ഥി തോൽക്കുകയും രാജ്യസഭാ കാലാവധി അവസാനിച്ച ജോസ് കെ മാണിക്ക് വീണ്ടും സീറ്റ് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ലോക്സഭാ സീറ്റ് നഷ്ടപ്പെട്ടു, രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെട്ടാൽ അവരുടെ ഭാവി എന്താകും എന്നുള്ളൊരു ചർച്ച അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ആ മണ്ഡലത്തിലെ തുഷാർ വെള്ളാപ്പള്ളിയുടെ വോട്ട് പിടുത്തം എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? ഹിന്ദു ഈഴവ വിഭാഗത്തിനിടയിലുള്ള ഗണ്യമായ വോട്ടുകൾ തുഷാർ വെള്ളാപ്പള്ളിക്ക് കിട്ടും. അത് ഒരു പുതിയൊരു കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ള നിലയിൽ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. പരോക്ഷമായിട്ടിത് ലെഫ്റ്റിനെ ബാധിക്കുകയാണ്. കാരണം ഇടതുപക്ഷത്തിൻ്റെ കേന്ദ്രത്തിൽ ഇടതുപക്ഷത്തിൻ്റെ കമ്മ്യൂണിറ്റിയിൽ സ്വാധീനമുള്ള ഈഴവ കമ്മ്യൂണിറ്റിയുടെ വോട്ട് തുഷാർ വെള്ളാപ്പള്ളി കൊണ്ടുപോകുമ്പോൾ അത് ജോസ് കെ മാണിക്ക് ദോഷം ചെയ്യും. അപ്പോൾ ഇടതുപക്ഷത്തിന് ദോഷം ചെയ്യുന്നതാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രസക്തി. അദ്ദേഹം നല്ല വോട്ട് പിടിക്കുന്നുള്ളതിന് സംശയമില്ല. അത് പക്ഷേ കൂടുതലും ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നും കുറച്ച് നായർ കമ്മ്യൂണിറ്റിയിൽ നിന്നുമായിരിക്കും. അതാണ് അതിൻ്റെ പ്രസക്തി. പക്ഷേ അവിടുത്തെ പരമ്പരാഗതമായ ശക്തിയാണ് കേരള കോൺഗ്രസും 2 വിഭാഗവും
പിന്നെ കോൺഗ്രസും അവിടെ ശക്തിയാണ്, കോട്ടയം ജില്ലയിലും കോൺഗ്രസും ശക്തിയാണ്. അപ്പോൾ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കെ എം മാണി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഇടതുപക്ഷത്തിലേക്ക് കൊണ്ടെത്തിക്കാവുന്ന തീരുമാനത്തിലേക്ക് ചാടത്തില്ലായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വിവാദമായിരിക്കുന്ന അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം വെച്ച് നീട്ടിയപ്പോൾ എടുക്കാമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഒരു താല്പര്യം അദ്ദേഹം കാണിച്ചില്ല. അതിനേക്കാൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് വളരാൻ സാധ്യത UDFിലായിരുന്നു. അപ്പോൾ ജോസ് കെ മാണി കാണിച്ചത് അബദ്ധമാണെന്ന് ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയും. കഴിഞ്ഞ തവണ തന്നെ നമുക്കറിയാം, പാല 2 പ്രാവശ്യം നഷ്ടപ്പെട്ടു. ഉപതെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു, പിന്നീട് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ. അപ്പോൾ ഈ ഇടതുപക്ഷ തരംഗമുണ്ടപ്പോഴും പാല നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ, പരമ്പരാഗതമായി മാണി ജയിച്ചിരുന്ന മണ്ഡലം, മാണിയുടെ കാലത്ത് തന്നെ വോട്ട് കുറഞ്ഞു വന്ന് ഇപ്പോൾ അതും പോയി. ഈ തിരഞ്ഞെടുപ്പോടി ജോസ് കെ മാണി പരാജയപ്പെടുന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. അപ്പോൾ പരാജയപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് LDFിൽ എത്ര പ്രസക്തി ഉണ്ടാകും? ഒരുപക്ഷെ LDF ആഗ്രഹിക്കുന്നത് ഇത്രയും ചെറിയ പാർട്ടികളെ ഇല്ലാതാക്കാൻ തന്നെയാണ്. അപ്പോൾ മാത്രമല്ല, ഇടതുപക്ഷത്തിനോട് ഉറപ്പിച്ച് വിശ്വസിച്ച് നിൽക്കാൻ പറ്റുന്നൊരു പാർട്ടിയാണെന്ന് മാണി ഗ്രൂപ്പിന് കണക്കാക്കാനും ഇടതുപക്ഷം തയ്യാറാവില്ല. അപ്പോൾ ചുരുക്കത്തിൽ വിഷമവൃത്തത്തിലാകുന്നത് മാണി ഗ്രൂപ്പാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേ ഈ തെരഞ്ഞെടുപ്പ് ഫലം ജൂൺ 4-ന് ശേഷം LDFിലും സർക്കാരിന് ഒരു തുടർചലനത്തിന്റെ സാധ്യത അതിനകത്ത് കാണുന്നില്ലേ? മാണി ഗ്രൂപ്പ് പുറത്തു പോകുമെന്നാണ് ഉദ്ദേശിച്ചെങ്കിൽ അതിനുള്ള സാധ്യത ഉടനെ ഇല്ല. കാരണം അവർക്ക് നിൽക്കക്കള്ളിയില്ല, എവിടത്തേക്ക് പോകും? UDF വേണ്ടാമെന്ന് ഇപ്പോഴേ പറഞ്ഞു. ഞങ്ങളാരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് VD സതീശന് ഇടയ്ക്ക് വ്യക്തമായി പറഞ്ഞു. വീക്ഷണത്തിലൊരു ലേഖനം വന്നെങ്കിലും വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങളാരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ കോൺഗ്രസിലേക്ക് അങ്ങനെ ബാർഗെയിൻ ചെയ്ത് വരാനുള്ള ശക്തി ജോസ് കെ മാണി നശിപ്പിച്ചു. വാസ്തവത്തിൽ UDFിന് അകത്തിരുന്നെങ്കിൽ ഇതിനേക്കാൾ പ്രസക്തി ഉണ്ടായേനെ. ഈ UDFിൻ്റെ പ്രത്യേകത, കോൺഗ്രസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു പ്ലൂറലിസ്റ്റ് ഓർഗനൈസേഷൻ എന്നുള്ള നിലയിൽ സമ്മർദ്ദങ്ങൾക്ക് വിധേയമാണ്. അതൊരു കേഡർ പാർട്ടിയല്ല. അതുകൊണ്ട് അത്യാവശ്യം ന്യൂനപക്ഷ വിഭാഗങ്ങളും പ്രാദേശിക പാർട്ടികളും ഒക്കെ സ്വാധീനിച്ചാൽ അതിൽ വശംവദരാകുന്ന ഒരു മുന്നണിയാണ് UDFും കോൺഗ്രസ് പാർട്ടിയും. അതിൽ നിന്ന് മാണി ഗ്രൂപ്പ് പോയത് വലിയ നഷ്ടമാണെന്ന് ചരിത്രം തെളിയിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ജോസഫ് ഗ്രൂപ്പിന് അനുകൂലമായി വരുന്ന സാഹചര്യം. ദീർഘകാലമായി ഒരിക്കലും വഞ്ചിക്കാതെ കൂടെ നിന്നത് ജോസഫ് ഗ്രൂപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ജോസഫ് ഗ്രൂപ്പിന് UDFിൽ ഇനിയും പ്രസക്തി ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ കാലശേഷമാണെങ്കിലും പുതിയ തലമുറയ്ക്ക് അവിടെ വളരാനുള്ള അവസരം കൊടുക്കും. പക്ഷേ ഇതെല്ലാം നഷ്ടപ്പെടുത്തുകയാണ് അപ്പുറത്ത് ചെയ്യുന്നത്. അപ്പോൾ LDFിൻ്റെ ആഗ്രഹം ഈ മാണി ഗ്രൂപ്പ് അങ്ങ് തനിയെ ഇല്ലാതാകട്ടെ എന്നാണ്. പക്ഷേ അതേസമയം LDFിനെ സംബന്ധിച്ചത് മധ്യ തിരുവിതാംകൂറിലെ ഒരു സ്വാധീന മേഖലയാണ് ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്. അതെ, അവിടെ നഷ്ടപ്പെടുത്തുന്നു എന്ന് പറയുന്നത് അവർക്ക് സ്വയം നഷ്ടപ്പെടുത്തൽ ആയി മാറില്ലേ? അത് കുറച്ച് ബാധിക്കുന്നുള്ള സത്യമാണ്. പിന്നെ മാണി ഗ്രൂപ്പിൻ്റെ സഹായത്തോടു കൂടി വലിയ വിജയം നേടി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കോട്ടയം, ഇടുക്കി ജില്ലയിലൊക്കെ ആണല്ലോ, ചെറിയ രീതിയിൽ എറണാകുളവും പത്തനംതിട്ടയിലൊക്കെ ആണല്ലോ കേരള കോൺഗ്രസിൻ്റെ ഒരു ഭൂമിക എന്ന് പറയുന്നത്. അതിൽ തന്നെ മാണി ഗ്രൂപ്പ് ശോഷിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് എത്രത്തോളം കെ മാണി ഇരുന്ന സാഹചര്യമല്ല ഇപ്പോഴും. അതേപോലെ അപ്പീൽ ചെയ്യാൻ ജോസ് കെ മാണിക്ക് കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ നമുക്ക് ഒരുപാട് പരിമിതികൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പോയാലും LDF തനിയെ നിൽക്കാവുന്നൊരു സാഹചര്യം ഭാവിയിലുണ്ടാകും. 26-ലെ ഇലക്ഷൻ വരുമ്പോൾ, ഇനിയിപ്പോൾ 25-ൽ പഞ്ചായത്ത് വരുന്നു. ആ പഞ്ചായത്തിനിടയ്ക്ക് മാറുമോ എന്ന് അറിഞ്ഞൂടാ. പക്ഷേ അസംബ്ലി തെരഞ്ഞെടുപ്പിനിടയ്ക്ക് UDF കൊണ്ടുപോകാൻ സാധ്യതയുണ്ടോ അത് നമുക്ക് അറിഞ്ഞൂടാ. കോൺഗ്രസ് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യും, വന്നോളൂ എന്ന് പറയും. വന്നാൽ എന്തെങ്കിലുമൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും LDFിൽ ഈ ബാർഗൈനിങ് പറ്റത്തില്ല. കാരണം LDF കുറച്ചുകൂടി എണ്ണത്തിൽ കൂടുതൽ സഖ്യകക്ഷികൾ LDFിൽ കൂടുതലാണ്. ഘടനാപരമായി LDF വളരെ ശക്തമാണ്. പക്ഷേ പ്രത്യേകിച്ച് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുന്നതാണ്. അതുകൊണ്ട് LDFിൽ CPMൻ്റെ ഡോമിനൻസ് വളരെ ശക്തമായതുകൊണ്ട് CPM CPI മാത്രം വിചാരിച്ചാലും ഭരണം കൊണ്ടുപോകാമെന്നുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും LDFിന് മാണി ഗ്രൂപ്പിൻ്റെ വിലപേശൽ തന്ത്രത്തിൽ ഒരു ബലിയാടാകണ്ട. മാത്രമല്ല CPM വളരെ ശക്തമാണ്. അങ്ങനെ വേഗം ബാർഗൈനിങ്ങിന് വീഴുന്നൊരു പാർട്ടിയല്ല CPM. അത് കോൺഗ്രസുമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് LDFിന് വലിയ ദോഷമുണ്ടാവില്ല. പിന്നെ 26-ലെ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴേ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. കാരണം 10 കൊല്ലത്തെ ഭരണത്തിനെ മുൻനിർത്തിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പം അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചായിരിക്കും അത് വരുന്നത്. എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും മാണി ഗ്രൂപ്പ് ഇടതുപക്ഷത്തിൻ്റെ കൂടെ കാണും. പ്രത്യേകിച്ച് കോൺഗ്രസ് വിളിച്ച് കയറ്റാൻ താല്പര്യമില്ലാത്തത്. കാരണം അവർ പറയും ഞങ്ങളുടെ തന്നെ ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, വലിയ ശക്തമല്ലെങ്കിൽ അവരുടെ കയ്യിൽ ആൾക്കാരുണ്ട്. പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അനുകൂലമായൊരു തരംഗം ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് അവർക്ക് മാണി ഗ്രൂപ്പിൻ്റെ ആവശ്യം? വെറുതെ വിളിച്ചു വരുത്തി കൂടുതൽ സമ്മതം ഉണ്ടാക്കണമെന്നുള്ളതാണ്. വാസ്തവത്തിൽ കെ മാണി ഇരുന്നിരുന്നെങ്കിൽ LDFിലേക്ക് പോകുമോ എന്നുള്ള കാര്യം സംശയമായിരുന്നു. ആ ഒരു പോസിബിലിറ്റി വളരെ കുറവാണ്. ആ നിലയ്ക്ക് ജോസ് കെ മാണിയുടെ ആ തന്ത്രം വിജയിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ, തിരുവനന്തപുരം, ആറ്റിങ്ങലും തൃശ്ശൂരും പറഞ്ഞു. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുന്ന വയനാട് രാഹുൽ ഗാന്ധിയുടെ മത്സരം, ആനി രാജയുടെ മത്സരം എല്ലാവരും വരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. ദേശീയ തലത്തിലേക്ക് ചർച്ച കൊണ്ടുവരാൻ വേണ്ടിയാണ് സുരേന്ദ്രനെ ഫീൽഡിൽ ഇറക്കിയെന്നാണ് പറയുന്നത്, താല്പര്യമില്ലാതിരുന്നിട്ട്. എങ്ങനെയാണ് വയനാടിന്റെ BJPയുടെ ഒരു സ്ഥാനാർത്ഥിത്വം കൊണ്ടുവരുന്ന മാറ്റം എന്താണ്? അല്ല, BJPക്ക് വയനാട് വലിയ സ്വാധീനമില്ലാത്തൊരു മണ്ഡലമാണ്.
പിന്നെ കെ സുരേന്ദ്രൻ മത്സരിക്കുന്നതുകൊണ്ട് ആ കോൺസെൻട്രേഷൻ കുറച്ചുകൂടി കൂടുന്നു എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒരു അർത്ഥം ഉണ്ടാകുന്നില്ല. വളരെ ദയനീയമായിട്ട് പരാജയപ്പെടാനുള്ള എല്ലാ സാധ്യതയും അവിടെയുണ്ട്. രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണത്തെ അടുത്തുള്ള ഭൂരിപക്ഷം ഇത്തവണയും കിട്ടും. ആനി രാജയും അപ്രസക്തമാണ് രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ. പിന്നെ ഈ രാഹുൽ ഗാന്ധി റായ്ബറേലി വിജയിച്ചു കഴിഞ്ഞാൽ വീണ്ടും വയനാട് ഒഴിവാകും എന്നുള്ളത് ഏതാണ്ട് നമുക്ക് പ്രവചിക്കാം. അപ്പോൾ അവിടെ പറയുന്നത് UDFിൻ്റെ സ്ഥാനാർത്ഥിയായി ഒന്നുകിൽ MM ഹസനാണ് അല്ലെങ്കിൽ പ്രിയങ്കയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും UDFിൻ്റെ ഇത്രയും ശക്തിമണ്ഡലത്തിൽ BJPക്ക് അവിടെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. സുരേന്ദ്രൻ വന്നെങ്കിലും അത് എനിക്ക് തോന്നുന്നില്ല ആ മണ്ഡലത്തിലൊരു വലിയൊരു വ്യത്യാസം വരുത്താൻ കഴിഞ്ഞു. കുറച്ച് നേതാക്കന്മാരവിടെ വന്നു, ഞാൻ കണ്ടു, സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കന്മാർ വന്നു. പക്ഷെ ആ മണ്ഡലത്തിൻ്റെ ഒരു സാമൂഹിക സ്വഭാവം വെച്ച് നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് മാറ്റം വരാനില്ല. പരമ്പരാഗതമായി ക്രൈസ്തവ ഭാഗം കോൺഗ്രസിൻ്റെ കൂടെയാണ്. കുറച്ച് മണ്ഡലങ്ങൾ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മണ്ഡലം. ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷൻ വരുമ്പോൾ വലിയൊരു വിജയമാണ് രാഹുൽ ഗാന്ധിയെ കാത്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ പ്രധാനമന്ത്രിയാകുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. ഇത്തവണ ആ പ്രതീക്ഷ ഇല്ലെങ്കിലും രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ എല്ലാ സാഹചര്യവുമുണ്ട്. ആനി രാജയും അങ്ങനെ വലിയൊരു വെല്ലുവിളി ഉയർത്തുന്നില്ല ആ മണ്ഡലത്തിൽ. കാരണം ഇടതുപക്ഷത്തിന് പാർലമെൻറ്റ് മണ്ഡലത്തിൽ വയനാട് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അസംബ്ലി മണ്ഡലത്തിൽ പോലും UDFിന് ശക്തമാണ്. കേരളത്തിൽ വളരെ ശക്തമായ ഒരു ബേസുള്ള ഒരു ഡിസ്ട്രിക്റ്റ് UDFിനുള്ള പ്രധാനമായിട്ട് നമുക്ക് കാണാവുന്നത് വയനാടും പത്തനംതിട്ടയൊക്കെയാണ്. അപ്പോൾ ആ നിലയ്ക്ക് അത് വലിയ രീതിയിൽ BJPക്ക് നേട്ടം കൊയ്യാൻ ഒരു സാധ്യതയും കാണുന്നില്ല. വയനാട് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായിട്ട് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തതാണ് പാലക്കാട്ട് നിർത്തിയ ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കുന്നത്. അപ്പോൾ മുൻ ആരോഗ്യമന്ത്രിക്കെതിരെ മത്സരിക്കുന്നു. പലതരം ചർച്ചകൾ അവിടെ വരുന്നുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചും അല്ലാതെയൊക്കെ ചർച്ച വരുന്നുണ്ട്. വടകരയിലെ മത്സരത്തെക്കുറിച്ച് സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വാസ്തവത്തിൽ വിവാദങ്ങൾ ഉണ്ടാകാതെ ആരോഗ്യപരമായ ഒരു മത്സരമാണ് അവിടെ വേണ്ടിയിരുന്നത്. നിർഭാഗ്യവശാൽ വിവാദങ്ങളിലേക്ക് എത്തി. നമുക്ക് വ്യക്തമാണ് ലോക്സഭാ മണ്ഡലത്തിൽ വടകരയിൽ UDFിന് നല്ല സ്വാധീനമുണ്ട്. അത് മുരളീധരൻ മത്സരിക്കുമ്പോൾ അദ്ദേഹം ശക്തമായി തെളിയിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ആത്മാർത്ഥമായ പിന്തുണ അന്ന് UDF കാൻഡിഡേറ്റ് മുരളീധരനും മുല്ലപ്പള്ളിക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഇത്തവണയും ഉറപ്പായിരുന്നു. മുരളീധരനാണെങ്കിലും ജയിക്കും, ഷാഫി പറമ്പിലാണെങ്കിലും ജയിക്കും. പക്ഷേ ഷാഫി പറമ്പിൽ കൂടുതൽ വോട്ടുകളിലൂടെ ജയിക്കാനാണ് സാധ്യത. കാരണം അദ്ദേഹത്തിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് പാലക്കാട് ശ്രീധരനെ തോൽപ്പിച്ചു, ചെറുപ്പക്കാരൻ്റെ ഒരു വലിയ നേതാവാണ്. പിന്നെ ന്യൂനപക്ഷ സമുദായമാണെന്നെങ്കിലും അതേസമയം ഭൂരിപക്ഷ സമുദായത്തിനും കൂടി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സെക്യുലർ ഇമേജ് ഉള്ളൊരു കാൻഡിഡേറ്റാണ് ഷാഫി പറമ്പിൽ. ചെറുപ്പക്കാരനാണ്. സമീപകാലത്തെ യൂത്ത് കോൺഗ്രസ്സിന് അത്ര പ്രസക്തി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പരമ്പരാഗതമായി പഴയ യൂത്ത് കോൺഗ്രസ് വലിയ ഒരു ശക്തിയായിരുന്നു. പക്ഷേ യൂത്ത് കോൺഗ്രസ്സിൽ വളരെയധികം ഇന്നും അംഗീകാരമുള്ള ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ അക്രോസ് ദ ബോർഡ്. അപ്പോൾ സ്റ്റേറ്റിൽ എവിടെ നിന്നാലും പലയിടത്തും ഷാഫി പറമ്പിൽ ഈ വിജയം ആവർത്തിക്കാൻ കഴിയും. കാരണം അതിനുള്ളൊരു ഇമേജ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ പക്ഷേ നിർഭാഗ്യവശാൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ആരും പറഞ്ഞാലും ഇതിനകത്ത് വർഗീയത കലർന്നു. അതിൻ്റെ ന്യായാന്യായങ്ങളെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇങ്ങനെ ഒരു മത്സരത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു, അക്രമത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു, ഇല്ലെങ്കിൽ വർഗീയതയുടെ ആവശ്യം. അക്രമവും വർഗീയതയും ഇല്ലാതെ ആരോഗ്യമുള്ള മത്സരം അവിടെയുണ്ട്. തീർച്ചയായിട്ടും അവിടെ ശൈലജ ടീച്ചറിന് വ്യക്തിപരമായി കേരളം ഒട്ടുക്ക് ബഹുമാനിക്കുന്ന ഒരാളാണ്. ഭാവിയിൽ വേണമെങ്കിൽ മുഖ്യമന്ത്രി വരെ ആകാൻ സാധ്യതയുള്ളൊരു വ്യക്തിത്വമാണ്. പക്ഷേ ഈ രാഷ്ട്രീയപരമായുള്ളൊരു മത്സരമാണ് വടകര നടക്കുന്നത്. ആ രാഷ്ട്രീയ മത്സരം UDFിന് അനുകൂലമാണ്. പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ മോദി വിരുദ്ധ രാഷ്ട്രീയം കേരളത്തിൽ ശക്തമാകുമ്പോൾ അത് ഗുണം ചെയ്യുന്ന ഓട്ടോമാറ്റിക്കായിട്ട് അത് UDF കാൻഡിഡേറ്റിനാണ്. പ്ലസ് ഷാഫി പറമ്പിലിനെ പോലെ ഇത്രയും ഇമേജുള്ള ഒരു കാൻഡിഡേറ്റ്, പ്ലസ് മുസ്ലിം ലീഗിൻ്റെ പിന്തുണ, ഇതെല്ലാം പോരെ വലിയൊരു വിജയം അദ്ദേഹത്തെ കാത്തിരിക്കുന്നതെന്ന് പറയാം. പക്ഷേ മറുവശത്തുള്ള സ്ഥാനാർത്ഥി LDFിന് നല്ല കാൻഡിഡേറ്റാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായതുകൊണ്ട് അവിടെ പൊളിറ്റിക്സ് അവിടെ പ്രസക്തി വരും. ആ പൊളിറ്റിക്സിൽ ഈ രണ്ട് വ്യക്തിത്വത്തിന് അപ്പുറമുള്ള രാഷ്ട്രീയം വരികയും ദേശീയ തെരഞ്ഞെടുപ്പിൽ LDFിന് പരിമിതമായ സ്കോപ്പേ ഉള്ളെന്ന് മനസ്സിലാക്കുന്ന ജനവിഭാഗം ബാക്കിയുള്ള രാഷ്ട്രീയ വിഭാഗങ്ങൾ മുസ്ലിം ലീഗിൻ്റെ പിന്തുണയും കോൺഗ്രസിൻ്റെ ചരിത്രപരമായ ശക്തിയും എല്ലാം കൂടെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഷാഫി പറമ്പിലിന് വലിയൊരു വിജയം കാത്തിരിക്കുന്നു. വടകരയിൽ രാഷ്ട്രീയ മത്സരമായി നിന്നാൽ മതിയായിരുന്നു. അതിനെന്തിനാണ് വർഗീയതയിലേക്ക് കൊണ്ടുപോയി? അതുപോലെ അക്രമത്തിൻ്റെ ചില ലാഞ്ചനകൾ വന്നു. ഇനി തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഇത് ആവർത്തിക്കാതിരിക്കണമെന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിൻ്റെ മതേതരത്വ മനസ്സിനകത്ത് ഇത്തരത്തിലുള്ള ഒരു കാര്യം പറയേണ്ട കാര്യമില്ല. കാരണം ഷാഫി പറമ്പിലിനെ ആരെങ്കിലും വർഗീയവാദിയായിട്ട് കണക്കാക്കിയിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ആൾക്കാരാരെങ്കിലും ശൈലജ ടീച്ചർ അങ്ങനെ ആക്ഷേപിക്കുമോ? അപ്പോൾ സ്ത്രീ വിരുദ്ധതയുടെയും വർഗീയതയുടെയും കാര്യങ്ങൾ ആക്ഷേപിച്ചുകൊണ്ട് ഇടതുപക്ഷം മുന്നോട്ട് പോയി. മറുവശത്ത് ഇതിനൊന്നും മറുപടി പറയാതെ ഷാഫി പറമ്പിൽ മുന്നോട്ട് പോയി. അപ്പോൾ എന്തായാലും ഇതുവരെ ആരെയും കുറ്റം ആരോപിക്കുന്ന രീതിയിൽ തെളിയിച്ചിട്ടുമില്ല, പിടിച്ചിട്ടുമില്ല. ഈ ശൈലജ ടീച്ചറെ പോലെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയാണ് പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവൻ. പാലക്കാട്ടെ മത്സരം, ഈ പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിയെ സാറിന് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പാലക്കാടും ഒരർത്ഥത്തിൽ ത്രികോണമാണ്.
പ്രത്യേകിച്ച് മലമ്പുഴയും പാലക്കാട് അസംബ്ലി സീറ്റിലും രണ്ടിടത്തും BJPയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് വലിയ വോട്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ 2 മണ്ഡലത്തെ വോട്ട് കൊണ്ട് കാര്യമില്ല. പക്ഷേ ഗണ്യമായ വോട്ട് വർദ്ധിക്കാനുള്ള സാധ്യത BJPക്കുണ്ട്. ത്രികോണ മത്സരമാണ്. കഴിഞ്ഞ തവണയും ആ ത്രികോണ മത്സരത്തിൽ അനുകൂലമായൊരു സാഹചര്യം കോൺഗ്രസിനുണ്ടായി. അത് ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. വിജയരാഘവൻ നല്ല കാൻഡിഡേറ്റൊക്കെയാണ്. പക്ഷേ ശ്രീകണ്ഠനെ കുറിച്ച് അത്ര വിരോധമായിട്ടോ ഇല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഫാക്ടേഴ്സ് അധികം പറയുന്നില്ല. പിന്നെ പാലക്കാടിൻ്റെ പൊതുവിലുള്ള സ്വഭാവത്തിൽ അവിടെ അത് UDFന് സമീപകാലമായി അതിന് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് തുടർന്നും ഉണ്ടാകുന്നു. ഞാൻ ഓർക്കുന്നത് 2009 ശശി തരൂർ ആദ്യം മത്സരിക്കാൻ വരുമ്പോൾ ശരിക്കും കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ ആഗ്രഹിച്ചിരുന്നത് തിരുവനന്തപുരത്തല്ല, പാലക്കാടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നീട് വയലാർ രവി ഒരു ചർച്ചയിൽ എന്നോട് പറഞ്ഞത്, ഞങ്ങൾ തരൂറിനെ പാലക്കാട് നിർത്തിയാൽ കോൺഗ്രസിന് തിരുവനന്തപുരം കിട്ടും, പാലക്കാടും കിട്ടും. കാരണം തിരുവനന്തപുരത്ത് എന്തായാലും കോൺഗ്രസ് ജയിക്കും. പിന്നെ പാലക്കാട് തരൂറാണെങ്കിൽ MP രാജേഷിനെ തോൽപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടോ. രാജേഷ് പിന്നീട് സമ്മതിക്കുകയും ചെയ്തു. ഭാഗ്യവശാൽ തരൂർ വന്നില്ല. തരൂർ വന്നിരുന്നെങ്കിൽ എൻ്റെ കാര്യം 8000 വോട്ടിനല്ലേ അന്ന് ജയിച്ചത്. അപ്പോൾ അതുകൊണ്ട് പാലക്കാടിന് കോൺഗ്രസിന് ലോക്സഭാ മണ്ഡലത്തിൽ വളരെ ശക്തമായൊരു അടിത്തറയുണ്ട്. അത് BJPയുടെ പ്രസൻസ് കൊണ്ട് നഷ്ടമാകുന്നില്ല. അത് വീണ്ടും കോൺഗ്രസിന് അനുകൂലമായൊരു സാഹചര്യമാണ്. വിജയരാഘവൻ നല്ല സ്ഥാനാർത്ഥിയാണ്. പക്ഷേ തോൽപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റേഞ്ച് ആയോ എന്നുള്ളത് സംശയമാണ്. ഇപ്പം ജയിച്ചാലും തോറ്റാലും MP ആയി തുടരുന്ന ഒറ്റ സ്ഥാനാർത്ഥിയെ കേരളത്തിലുണ്ട്. അത് KC വേണുഗോപാലാണ്. ആലപ്പുഴ മണ്ഡലത്തിലേക്ക് മത്സരചിത്രം എങ്ങനെയാണ് സാർ? ആലപ്പുഴയും നമ്മൾ നേരത്തെ പാലക്കാട് പറഞ്ഞ പോലെ ഒരു പരിമിതമായ ഒരു ത്രികോണ മത്സരമാണ്. കാരണം ശോഭാ സുരേന്ദ്രനും BJPക്ക് നല്ല വോട്ട് പിടിക്കാൻ കഴിവുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ ആറ്റിങ്ങൽ ഇന്നപ്പോൾ അത് തെളിയിച്ചതാണ്. ഇത്തവണയും തെളിയിക്കും. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ചില വിവാദങ്ങളൊക്കെ വന്നെങ്കിലും. പക്ഷേ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ KK വേണുഗോപാലിന് അനുകൂലമായ പല ഘടകങ്ങളുണ്ട്. അതിലൊന്ന് NSSൻ്റെ ആത്മാർത്ഥമായ പിന്തുണ വേണുഗോപാലിനുണ്ട്. അപ്പോൾ NSS തരാതരം പോലെയാണ്. ഒരു മൊത്തത്തിൽ കേരളത്തിൽ BJPക്ക് അനുകൂലമല്ല. NSSന് വേണുഗോപാലിനോട് നല്ല താല്പര്യമുണ്ട്. ജയിച്ച് വരണമെന്നും മുമ്പ് മന്ത്രിയായിരുന്നപ്പോഴും വേണുഗോപാൽ അതുപോലെ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ സമൂഹത്തിൽ വേണുഗോപാൽ മലബാറുകാരനാണ്, നീലേശ്വരംകാരനാണ് എങ്കിൽ പോലും ഇവിടെ വന്ന് ആലപ്പുഴയിൽ വളരെ പെട്ടെന്ന് ജനകീയ സ്വാധീനമുണ്ടാക്കിയ, അന്ന് ചെറുപ്പക്കാരനായി പിന്നീട് വളർന്ന് വലിയ ആളായി ഹൈക്കമാൻഡിൻ്റെ പാർട്ടായി മാറി. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 5 നേതാക്കന്മാരുടെ പേര് പറഞ്ഞാൽ 4ാം സ്ഥാനത്തെങ്കിലും വരും. സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും, പിന്നീട് കോൺഗ്രസ് പ്രസിഡന്റ് പേര് പറഞ്ഞാൽ പോലും ഇല്ലെങ്കിൽ അതിനേക്കാൾ പ്രസക്തി 4ാം സ്ഥാനത്തെങ്കിലും ഹൈക്കമാൻഡിൻ്റെ ആളായിട്ട് വേണുഗോപാൽ ഉയർന്നു. വേണുഗോപാലിനുള്ള നാഷണൽ ഇമേജ് ഒരുപക്ഷേ കോൺഗ്രസിന് എന്തെങ്കിലും ഭരണം കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ഉറപ്പാണ് കേന്ദ്രമന്ത്രി എന്നുള്ളത്. പിന്നെ അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ പൂർണ്ണ പിന്തുണ മുസ്ലിം വിഭാഗവും ക്രൈസ്തവ വിഭാഗവും വേണുഗോപാലിനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വേണുഗോപാലിന് അവിടെ ആ നിലയ്ക്കൊരു വലിയൊരു ത്രെട്ടില്ല. കഴിഞ്ഞ തവണ തന്നെ കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടത് കഷ്ടിച്ച് പരിമിതമായ വോട്ടുകളാണ്. അത് വേണ്ട രീതിയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ അത് ജയിക്കുമായിരുന്നു. അപ്പോൾ ഷുവർ കോൺഗ്രസ്സിന് ജയിക്കാവുന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ. അപ്പോൾ വേണുഗോപാൽ വന്നപ്പോൾ അതിനുള്ള സാധ്യത ഒന്നുകൂടി വർദ്ധിച്ചു. പക്ഷേ വേണുഗോപാൽ ജയിക്കുന്നു എന്ന് പറയും, ലോക്സഭയിലേക്ക് ജയിക്കുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് നഷ്ടം രാജ്യസഭാ സീറ്റുണ്ടാവും. അത് രാജസ്ഥാനിൽ നിന്ന്. അതെ, അത് തിരിച്ചു കിട്ടാനും പോകുന്നില്ല, ഒരിക്കലും ഇല്ല. അപ്പൊ എങ്ങനെയാണ് അത് ഒരു ദേശീയ തലത്തിൽ അതൊരു നഷ്ടമാണല്ലോ? അതെ, തീർച്ചയായിട്ടും നഷ്ടം. കാരണം ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ അവസരം ഇല്ലാതാക്കില്ല. അതെന്തുകൊണ്ട് അവിടെ കഴിഞ്ഞ തവണ നിന്ന സ്ഥാനാർത്ഥിക്ക് തന്നെ കൊടുത്തൊരു വനിതാ സ്ഥാനാർത്ഥിക്ക് കൊടുക്കണ്ടേ? അത് ചെയ്തില്ല. അത് വേണുഗോപാൽ വന്നത് പിടിച്ചെടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ്. വേണുഗോപാൽ ചോദിക്കും, പിന്നെ ആർക്കൊന്നും പറയാനില്ലല്ലോ. ഇത് കഴിഞ്ഞ തവണ ഇത്ര അടുത്ത വോട്ട് ഷെയർ വന്ന ഒരു കാൻഡിഡേറ്റ് ആയിട്ട് അവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കാതെ വാസ്തവത്തിൽ അവർക്ക് കൊടുക്കണമായിരുന്നു. ആ നിലയ്ക്ക് കോൺഗ്രസ് കാണിച്ചൊരു അബദ്ധമാണെന്ന് പറയാം. കാരണം ജയിക്കാൻ വേണുഗോപാൽ വന്നില്ലെങ്കിലും ആലപ്പുഴ കിട്ടും. പിന്നെ വേണുഗോപാൽ വന്നതുകൊണ്ട് രാജ്യസഭാ സീറ്റ് കുറഞ്ഞ് അവിടെ BJPക്ക് കേന്ദ്രത്തിൽ ഒരു സീറ്റ് കൂടെ വർദ്ധിക്കാനുള്ള സാധ്യത. കാരണം നിയമസഭയിൽ രാജസ്ഥാനിൽ BJPക്ക് ശക്തമാണ്. അവിടെ ഒറ്റയ്ക്കൊരു സീറ്റ് മത്സരിച്ച് ഇലക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഭരണകക്ഷിക്ക് സീറ്റ് കിട്ടും, അത് BJPക്ക് കിട്ടും. അപ്പോൾ വേണുഗോപാൽ രാജ്യസഭാ സ്ഥാനം BJPക്ക് തളികയിൽ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പുറത്ത് അദ്ദേഹം ലോക്സഭയിൽ കൂടെ ജയിക്കുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ലോക്സഭയിൽ അങ്ങനെ തീരുമാനത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇപ്പോൾ ഇതേപോലെ നമുക്ക് പറയാവുന്ന മറ്റൊരു കാര്യം, പ്രിയങ്കയ്ക്ക് എന്തുകൊണ്ട് റായ്ബറേലിയിൽ നിന്നുകൂടാ? പ്രിയങ്ക ആണെങ്കിൽ റായ്ബറേലിയിൽ ജയിക്കാവുന്നതാണ്. രാഹുൽ ഗാന്ധി തന്നെ ജയിക്കേണ്ട കാര്യം, വയനാട് ഉറപ്പല്ലേ? പിന്നെ എന്തിനാ? ഉത്തർപ്രദേശിൽ കോൺഗ്രസ്സിന് വേരോട്ടമുള്ള അവസരമുള്ള ഏക മണ്ഡലം റായ്ബറേലിയാണ്. അപ്പോൾ അമേത്തിയിൽ തോക്കുന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. അപ്പോൾ ലോക്സഭയിൽ ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് വളരണമെങ്കിൽ, നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരാൾ വേണമെങ്കിൽ എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി ആയിക്കൂടെ? ഇല്ലെങ്കിൽ തന്നെ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ ഒരു കുടുംബത്തിൽ നിന്നുള്ളത് പറയുന്നതിനകത്ത് കാര്യം. അപ്പോൾ വെറുതെ തിരഞ്ഞെടുപ്പ് ആവർത്തിക്കുകയാണ്. വയനാടും ജയിക്കും, റായ്ബറേലിയും ജയിക്കും. വയനാട് രാജിവെക്കും, റായ്ബറേലിയിൽ പ്രതിദാനം ചെയ്യും. കാരണം ഉത്തരേന്ത്യയിൽ ആ ഒരു പൊളിറ്റിക്സുള്ളൂ. പക്ഷേ ഇതുപോലെയാണ് ഇപ്പുറത്ത് കാണുന്നത്.
ആലപ്പുഴയിൽ തനിയാവർത്തനം നഷ്ടപ്പെടും, ഒരു സീറ്റ് നേടുന്നു. ഉണ്ട്. ആ ഒരു കാൽക്കുലേഷനിൽ കുറച്ച് നഷ്ടങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കാര്യത്തിൽ കുറച്ചുകൂടി സ്കിൽഫുള്ളായിട്ട് ചിന്തിക്കാനുള്ള ഒരു കാഴ്ചപ്പാട് പലപ്പോഴും കോൺഗ്രസിന് ഇല്ല എന്നുള്ളത്. അതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. വേണുഗോപാൽ മന്ത്രിയായിരുന്ന സമയത്ത് രാജിവെച്ച പാർലമെന്റിലേക്ക് പോയി. അത് ഓർക്കുന്നുണ്ടല്ലോ, ആ കാലഘട്ടം ഓർക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ തന്നെ ഭരിക്കാനുള്ള അവസരമൊക്കെ കിട്ടുന്ന അത് കളഞ്ഞിട്ടാണ് ലോക്സഭയിലേക്ക് പോകുന്നത്. ഇങ്ങനെയുള്ള വച്ചുമാറ്റങ്ങൾ ഉണ്ടാകുന്ന അപകടങ്ങൾ. ഇപ്പോൾ മറ്റൊരു ഉദാഹരണം, മുരളീധരൻ വട്ടിയൂർക്കാവ് MLA ആയിട്ട് നന്നായിട്ട് ശോഭിച്ചിരിക്കുന്ന സമയത്താണ് വടകരയിൽ പോയി നിന്നത്. അന്ന് കേന്ദ്രമന്ത്രിയാകാമെന്ന് വെച്ച് പോയത്. പക്ഷേ 2019 കേന്ദ്രത്തിൽ ഭരണം കിട്ടില്ല എന്ന് നമുക്കൊക്കെ അറിയാമായിരുന്നു. പക്ഷേ എന്ത് കണക്കൂട്ടിൽ അവിടെ പോയി. ബലത്തിൽ വട്ടിയൂർക്കാവ് ഇടതുപക്ഷത്തിന് ഒരു അനുകൂല ഘടകമായി. ഇനി ഒരു 10-20 കൊല്ലത്തേക്ക് വട്ടിയൂർക്കാവ് കോൺഗ്രസിന് ജയിക്കാനും പറ്റില്ല, അത്ര നല്ലൊരു സ്ഥാനാർത്ഥി അവിടെ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് അപ്പോൾ ചുരുക്കത്തിൽ മുരളീധരൻ വട്ടിയൂർക്കാവിനെ കോൺഗ്രസിനെ ഇല്ലാതാക്കുന്നത്. വട്ടിയൂർക്കാവിലെ കോൺഗ്രസ് ജയിക്കാൻ വലിയ പാടാണ്. കാരണം BJP അവിടെ വളരെ ശക്തിയായ ഒരു പാർട്ടിയാണ്. അപ്പോൾ ഇടതുപക്ഷത്തിനാണ് പിന്നെയും ചാൻസ് ഉള്ളത്. പിന്നെ നല്ലൊരു കാൻഡിഡേറ്റ് അവിടെ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിന് കുറച്ചൊരു ഫാർസൈറ്റഡ് ആയിട്ട് കാണണം, മറ്റുള്ളവരുടെ കാര്യം കൂടി പരിഗണിച്ച് പാർട്ടിയുടെ വളർച്ചയും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സ്കിൽഫുള്ളായിട്ട് കാണിക്കാൻ ഇടതുപക്ഷത്തിനാണ് കഴിയുന്നതെന്നാണ് തോന്നുന്നത്. പിന്നെ ഇടതുപക്ഷത്തിന് ദേശീയപരമായ വലിയ സ്വാധീനമില്ലാത്തത് കൊണ്ട് ഇത്തരം വച്ചുമാറ്റങ്ങളിലേക്ക് അവർ പോകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ദേശീയ തലത്തിലെ ചർച്ചയല്ലെങ്കിൽ തന്നെ പത്തനംതിട്ട ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ മത്സരിച്ച് 3 ലക്ഷത്തോളം വോട്ട് പിടിക്കുകയും 2ാം സ്ഥാനത്ത് വരികയും ചെയ്തു. ഇത്തവണ മുൻ ധനമന്ത്രി തോമസ് ഐസക്കും സിറ്റിംഗ് MP ആന്റോ ആന്റണിയും AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയുമാണ് സ്ഥാനാർത്ഥികളായിട്ടുള്ളത്. ഈ മണ്ഡലത്തിന്റെ പ്രത്യേകതയായിട്ട് കാണുന്നത് എന്താണ്? എങ്ങനെയായിരിക്കും അവിടുത്തെ രാഷ്ട്രീയ ഫോർമുല പോകാൻ പോകുന്നത്? ശരിക്കും അവിടുത്തെ MP എന്നുള്ള നിലയിൽ ആന്റോ ആന്റണിക്കെതിരെ ഒരുപാട് ആക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പ് വന്നത്. പക്ഷേ പ്രതിപക്ഷത്തുള്ള 2 സ്ഥാനാർത്ഥികളും അവിടെ ഫിറ്റായില്ല എന്നുള്ളതാണ്. തോമസ് ഐസക്കിനെ അവിടെ വേണ്ട രീതിയിൽ അവിടെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. അതിനേക്കാൾ ഒരു പക്ഷേ വീണ ജോർജിനെ നിർത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടി പ്രസക്തി ഉണ്ടായിരുന്നതിനാണ്. ആ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ സ്വാധീനം, ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റിയുടെ ഉള്ള സ്വാധീനവും ഒക്കെ നോക്കി ഇടതുപക്ഷത്തിലെ കുറച്ചുകൂടി ബെറ്റർ കാൻഡിഡേറ്റ് ആയിരുന്നു. തോമസ് ഐസക്കിന് അവിടെ ലോക്സഭാ മണ്ഡലത്തിൽ ആ നിലയ്ക്ക് സ്വാധീനം ചെലുത്താൻ പറ്റുന്നൊന്നും സംശയമാണ്. അതുവരെ പ്രവർത്തിച്ചിരുന്നത് ആലപ്പുഴ, മാരാരിക്കുളം അങ്ങനെയുള്ള മേഖലയിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നന്നായിട്ട് പാർട്ടിയിലും ഉള്ള സമയത്ത് അവിടെ പത്തനംതിട്ടയിൽ പോയി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അവിടുത്തെ ഒരു പാരമ്പര്യമാണ്. UDFൻ്റെ ശക്തിദുർഗമാണ്. അപ്പോൾ ആന്റോ ആന്റണിക്കെതിരെ എന്തെങ്കിലും ആൻറ്റി ഇൻകംബൻസി ഉണ്ടെങ്കിൽ അതുപോലും ഈ 2 സ്ഥാനാർത്ഥികളുടെ വന്നപ്പോൾ അപ്രത്യക്ഷമായി. 2ാമത്തെ സ്ഥാനാർത്ഥിയാണ് BJPയുടെ സ്ഥാനാർത്ഥികൾ. അവിടെ വാസ്തവത്തിൽ BJP ടാക്ടിക്കലായിട്ട് നിർത്തേണ്ടിയിരുന്നത് PC ജോർജിനായിരുന്നു. കാരണം PC ജോർജിനായിരുന്നെങ്കിൽ വോട്ട് കാര്യമായിട്ട് വർദ്ധിച്ചേനെ. ഇപ്പോൾ അനിൽ ആന്റണിയുടെ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം തീരെ ചെറുപ്പമാണ്. പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രിയുടെ മകൻ എന്നുള്ള നിലയിൽ, ആന്റണിയുടെ മകൻ എന്നുള്ള നിലയിൽ ഉള്ള വാർത്താ പ്രാധാന്യത്തിനപ്പുറം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതിൻ്റെ കുറവ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിലും ഇൻ്റർവ്യൂ നടത്തുമ്പോൾ മാധ്യമങ്ങളിലെ അഭിമുഖത്തിലുമൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ BJPക്ക് സുരേന്ദ്രന് കിട്ടിയ വോട്ട് അനിൽ ആന്റണിക്ക് കിട്ടുമെന്ന് ഞാൻ തോന്നുന്നില്ല. അത് കിട്ടാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ BJPക്ക് ശക്തിയായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന മേഖലയുണ്ട്. ഇപ്പോൾ ഇത്തവണ ശബരിമല വിഷയമില്ല. അതേസമയം നായർ വിഭാഗത്തിൻ്റെ പിന്തുണ BJPക്ക് ഉണ്ടാകേണ്ടതായിരുന്നു. അതിന് പറ്റിയ രീതിയിലുള്ള കാൻഡിഡേറ്റ് കുറച്ചുകൂടി ഇതിലെല്ലായിടത്തും കയറി ഇറങ്ങി നടന്ന് പറ്റിക്കാൻ വോട്ട് പിടിക്കാൻ പറ്റുന്ന ഒരാൾ PC ജോർജ് ആയിരുന്നു. അത് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അനിൽ ആന്റണി പെട്ടെന്ന് കൊണ്ട് നിർത്തിയപ്പോൾ ആ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് വലിയ പാരമ്പര്യമോ പരിചയമോ ഒന്നുമില്ല. പക്ഷേ ഒരു മീഡിയ വാല്യൂ ഉണ്ട് എന്നുള്ളതിനപ്പുറം. അതുകൊണ്ട് ഈ 2 സ്ഥാനാർത്ഥികൾ വന്നപ്പോൾ ആന്റോ ആന്റണിയുടെ പ്രവർത്തനം കുറച്ചുകൂടി എളുപ്പമായി എന്ന് വേണം പറയാൻ. അപ്പോൾ 3 ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളും ഹിന്ദു വികാരം വേണമെങ്കിൽ പറയാവുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിന്ദു വിഭാഗത്തിനിടയിൽ തീർച്ചയായിട്ടും നമുക്ക് കേരളത്തിൽ മറ്റ് ഭാഗങ്ങളിൽ കാണുന്ന പോലെ നായർ വോട്ട്സിൽ ഗണ്യമായ വിഭാഗം BJPക്ക് അനുകൂലമാണ്. അതേസമയം ബാക്ക്വേർഡ് വോട്ട്സിനകത്ത് ഇടതുപക്ഷത്തിന് സ്വാധീനമുണ്ട്. ആ നിലയ്ക്കാണ് അതിനെ കാണേണ്ടത്. ശബരിമല ഇഷ്യൂ ഇല്ലെങ്കിൽ പോലും അവിടെ ഹിന്ദു സമൂഹം ശക്തമാണ്. ക്രൈസ്തവ വിഭാഗവും 40%, 38%-ത്തിനടുത്തുണ്ട്. പക്ഷെ അവർ പല ഫാക്ഷൻസായിട്ട് നിൽക്കുന്ന ചർച്ച് തമ്മിലുള്ള തർക്കങ്ങൾ കാരണം പലപ്പോഴും അങ്ങനെ ഒരു യൂണിറ്റി ഉണ്ടാകുന്നില്ല. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ അത് മറ്റൊരു രീതിയിലൊരു ഐക്യം UDFന് ടാപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഹിന്ദു സമൂഹത്തിലുള്ള വോട്ടുകളിൽ അപ്പർ കാസ്റ്റ് വോട്ടുകൾ തീർച്ചയായിട്ടും BJPക്ക് അനുകൂലമായിട്ട് വരും. പക്ഷേ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയുടെ വോട്ട് അത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് മറ്റ് ജില്ലകളിലുള്ളതുപോലെ ഉള്ള ഒരു പ്രൊഫൈൽ അവിടെയും കാണാവുന്നതാണ്. അല്ലെങ്കിൽ BJP അത്രത്തോളം ഈഴവ സമുദായത്തിനിടയിൽ വളരണമായിരുന്നു. ഇതുവരെ അത് സാധിച്ചിട്ടില്ല. അതിനുള്ള ശ്രമമാണ് 2014 മുതൽ BJP ആഗ്രഹിക്കുന്നതും. വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടുവന്ന് BJDS എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി. പിന്നീട് വെള്ളാപ്പള്ളി നടേശൻ്റെ ആറ്റിറ്റ്യൂഡിൽ കുറേ വ്യത്യാസം വന്നു. തുഷാർ വെള്ളാപ്പള്ളി മാത്രമാണ് മാറാതെ നിന്നത്.
ഈ മാറ്റങ്ങൾ ചുരുക്കത്തിൽ ഈഴവ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കേരളത്തിലെ 26% ജനസംഖ്യയ്ക്ക് അടുത്തുണ്ട്. പക്ഷെ അവരുടെ അതിനിടയിലേക്ക് ബി ജെ പിക്ക് ഹിന്ദു സമുദായത്തിലെ പ്രബല സമുദായം ഈഴവ സമുദായമാണ് എണ്ണത്തിലെങ്കിലും. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ വലിയ രീതിയിൽ ബി ജെ പിക്ക് വളരാൻ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ശ്രമിക്കുന്നുണ്ട്, കഴിയുന്നില്ല. പക്ഷേ ആ ശ്രമം ഇനിയും തുടരും എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിൽ ബി ജെ പി വളർന്നതിൻ്റെ പിറകിൽ ഞാൻ നേരത്തെ പറഞ്ഞ സബാൾട്ടേൺ ഹിന്ദുത്വ എന്നുള്ള ആശയം വരുമ്പോൾ OBC വോട്ടും മോസ്റ്റ് ബാക്ക്വേർഡ് ദളിത് കമ്മ്യൂണിറ്റി വോട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ആ രണ്ട് വിഭാഗത്തെ മൊബിലൈസ് ചെയ്യാതെ ബി ജെ പിക്ക് വളരാൻ പറ്റില്ല. അപ്പോൾ കേരളത്തിൽ ആ തിയറി പ്രസക്റ്റാണ്. വളരെ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ഇവിടെ ഉണ്ട്. ഇവിടെ സാമൂഹ്യ പരിഷ്കാരം ഒരുപാട് നടന്ന സ്ഥലമാണ്, മറ്റ് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് പോലെ. അപ്പോൾ സാമൂഹ്യ പരിഷ്കാരം ഒരുപാട് നടന്നതുകൊണ്ട് നോർമലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി വോട്ട്സ് എല്ലാം ലെഫ്റ്റിലേക്ക് പോകും. അതിനെ റിവേഴ്സ് ചെയ്യാൻ ഇത്തിരി പാടാണ്. അപ്പോൾ പിന്നെ കോൺഗ്രസ്സിൽ പരമ്പരാഗതമായി അവർ ഒരു ചെറിയ ഭാഗമായിരുന്നു OBC വോട്ട് കോൺഗ്രസ്സിന് കിട്ടിയിരുന്നത്. പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ കാലത്തിന് ശേഷം ലാൻഡ് റിഫോംസ് ഒക്കെ വന്ന് പിന്നീടുണ്ടായ സോഷ്യൽ മൊബിലിറ്റിയുടെ ഭാഗമായി ഗണ്യമായ രീതിയിൽ ഈഴവ സമുദായം കോൺഗ്രസ്സിലേക്ക് വോട്ട് ചെയ്തു. അതിൻ്റെ ഉദാഹരണമാണ് പാലക്കാട് മാറ്റം വന്നത്, ആലപ്പുഴയിൽ മാറ്റം വന്നത്. ആ മാറ്റം നല്ലൊരു മൊബിലിറ്റി വന്ന ഒരു കമ്മ്യൂണിറ്റി കോൺഗ്രസ്സിലേക്ക് വന്നു. പക്ഷേ അതേസമയം പിന്നെയും ബാക്ക്വേർഡായിട്ടുള്ള നല്ലൊരു ഭാഗം ആൾക്കാർ ലെഫ്റ്റിൽ തന്നെ നിലനിൽക്കും. ഇത് രണ്ടിനിടയിൽ ബി ജെ പിക്ക് കയറി പറ്റുക എന്നുള്ള ദുഷ്കരമായ ഒരു വിഷമമാണ്, സാഹചര്യമാണ്. നമുക്ക് കൊല്ലം കൂടി ഒന്ന് വിശകലനം ചെയ്തിട്ട് ദേശീയ തലത്തിലേക്ക് പോകും. കൊല്ലത്തിന്റെ താരപരിവേഷം, സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പ്രേമേന്ദ്രനുണ്ട്, നടനും MLA-യുമായ മുകേഷ്. ഒരേ സമയം രണ്ടുപേരും മത്സര രംഗത്ത് സജീവമായിട്ടുണ്ട്. എങ്ങനെയാണ് ആ മത്സരം? ഒരർത്ഥത്തിൽ രണ്ടുപേർക്കും താരപരിവേഷം ഉണ്ടെന്ന് പറയാം. രാഷ്ട്രീയത്തിലെ നല്ലൊരു താരമാണ് പ്രേമചന്ദ്രൻ. കാരണം പ്രേമേന്ദ്രനെ എനിക്ക് അടുത്ത് മനസ്സിലാക്കാൻ ഒത്തിരി അവസരം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ബൗദ്ധികമായിട്ടും നല്ല കഴിവുള്ള ഒരാളാണ്. എല്ലാം ഫസ്റ്റ് റാങ്കാണ്, നല്ല മിടുക്കനാണ്. പാർലമെൻറ്റിൽ നന്നായിട്ട് സംസാരിക്കുകയും ഗ്രാമത്തിൽ വന്ന് ഗ്രാസ് റൂട്ട് ലെവലിൽ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു കാൻഡിഡേറ്റാണ്. അപ്പോൾ ആ താരപരിവേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചു പാർട്ടിയുടെ നല്ല നേതാവ്. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹത്തിന് ആ റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നല്ലൊരു കാഴ്ചപ്പാടുണ്ട്, എക്സ്പോഷറുണ്ട്. വേണമെങ്കിൽ ഭാവിയിൽ ഒരു മുഖ്യമന്ത്രി വേണമെങ്കിലും ആകാം. ചെറിയ പാർട്ടിയുടെ ആൾക്കാർ മുഖ്യമന്ത്രിയായ ഒരുപാട് എക്സാമ്പിൾ കേരള രാഷ്ട്രീയത്തിലുണ്ട്. അച്യുതാമേനോനുണ്ട്, മോദുണ്ട്, PK വാസുദേവൻ നായരുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിന് പറ്റിയൊരു ഈവനൊരു പൊട്ടൻഷ്യൽ ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആണ് പ്രേമേന്ദ്രൻ എന്ന് ഞാൻ പറയും. കാരണം അദ്ദേഹത്തിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പ്രവർത്തനം മനസ്സിലാക്കിയിട്ടുണ്ട്, റേഞ്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, പാർലമെൻറ്റിലെ പെർഫോമൻസും ഗ്രൗണ്ടിലെ പെർഫോമൻസും. അതുകൊണ്ടാണ് അദ്ദേഹം ആ ജില്ലയിൽ, ആ ലോക്സഭാ മണ്ഡലത്തിൽ പുരോഗതി ഉണ്ടാക്കാൻ കാര്യമായ പ്രവർത്തനം ചെയ്തു. ആ ഒരു ഗുഡ് വിൽ അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് വിജയിക്കാൻ സാധ്യതയുള്ളത്. മറുവശത്ത് താരപരിവേഷം, സിനിമയിലെ താരപരിവേഷമുള്ള മുകേഷാണ്. ആൾറെഡി അദ്ദേഹം MLA ആണ്. കഴിഞ്ഞ തവണത്തെ വോട്ട് അസംബ്ലിയിൽ ഇത്തവണ കിട്ടിയില്ല, അത്രയും കിട്ടിയില്ല, വ്യത്യാസം വന്നു. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിനെ നിർത്തിയപ്പോൾ ഇടതുപക്ഷം വിചാരിച്ചത് ഈഴവ സമുദായം മുസ്ലിം സമുദായം ഒരുപോലെ പിന്തുണച്ചാൽ അതങ്ങ് ജയിച്ചു പോകുമെന്നാണ്. പക്ഷേ അങ്ങനെ അല്ലല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മൈനോറിറ്റി കൺസോളിഡേഷൻ UDF-ലല്ലേ, അത് എളുപ്പം അങ്ങ് LDF-ലേക്ക് പോകാൻ പറ്റില്ല. മാത്രമല്ല മുകേഷ് ഇപ്പോഴും ഒരു സിനിമാ താരത്തിൻ്റെ ഒരു ബേസിലാണ് നിൽക്കുന്നത്. നല്ലൊരു രാഷ്ട്രീയക്കാരനായി മാറിയിട്ടില്ല. തമാശയൊക്കെ പറഞ്ഞ് നടക്കാമെന്നല്ലാതെ മണ്ഡലത്തിൽ എന്ത് കാര്യം ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് വലിയ അഭിപ്രായം ആൾക്കാരുടെ ഇടയിലില്ല. ഇതല്ല, നേരത്തെ ഞാൻ സുരേഷ് ഗോപിയെക്കുറിച്ച് സുരേഷ് ഗോപി മണ്ഡലത്തിന് ഒരുപാട് കാര്യങ്ങൾ MLA അല്ലാഞ്ഞിട്ടും MP അല്ലാഞ്ഞിട്ടും ചെയ്തു, ലോക്സഭ MP അല്ലാഞ്ഞിട്ടും ചെയ്തു. അങ്ങനെ പ്രവർത്തനം ചെയ്യുന്ന ഒരു സ്വഭാവം മുകേഷിനില്ല. മുകേഷിന് ഗ്രൗണ്ടിൽ എന്ത് അപ്പീലാണ് ഉണ്ടാക്കുന്നത്? തമാശയൊക്കെ പറയും. സിനിമയിൽ ഇമേജ് മാത്രം കൊണ്ടൊന്നും കേരളത്തിൽ ജയിക്കാൻ പറ്റില്ല, പ്രവർത്തിച്ചാലേ പറ്റുള്ളൂ. ആ പ്രവർത്തനത്തിൽ മുകേഷ് അടുത്തെത്തുന്നില്ല. ഈഴവ കൺസോളിഡേഷൻ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തെറ്റാണ്. അതില്ലെങ്കിൽ ലെഫ്റ്റിലുള്ള വോട്ട് ബേസാണ്. ഇദ്ദേഹം വന്നു എന്ന് പറഞ്ഞ് കൂടുതലായിട്ട് വരാൻ പോകുന്നില്ല. മുസ്ലിം വോട്ട് എനിവേ ഇറ്റ് ഗോസ് ടു പ്രേമേന്ദ്രൻ. കാരണം ഇത്തവണത്തെ കൺസോളിഡേഷൻ UDF-ന് അനുകൂലമാണ്. ഇതാണ് അവിടുത്തെ ലോക്സഭാ മണ്ഡലത്തിൽ. കാരണം ആ ലോക്സഭയിൽ ഒരുപാട് കൊല്ലം ജില്ലയിൽ തന്നെ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പ്രേമേന്ദ്രൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. ജനകീയനാണ്. ആ ജനകീയത അദ്ദേഹത്തിനുണ്ട്. അഴിമതി ആരോപണങ്ങളും കാര്യമായിട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹത്തിന് അപ്പീൽ, കുറച്ചുകൂടി മാസ് അപ്പീലുണ്ട്. പിന്നെ അദ്ദേഹത്തിനെ തോൽപ്പിക്കേണ്ട കാര്യമില്ല. ആകെ ഒരു ആക്ഷേപം വന്നത് പ്രധാനമന്ത്രിയായിട്ട് കാപ്പി കുടിച്ചു. അത് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് പ്രേമേന്ദ്രൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു വിരുന്നിൽ ലോക്സഭാ ക്യാൻറ്റീനിൽ തന്നെ പങ്കെടുത്തു. അപ്പൊ ഇത് എന്തിന്റെയെങ്കിലും സൂചനയാണോ? എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം കൊച്ചു പാർട്ടികളെയും വലിയ പാർട്ടികളെയൊക്കെ ഒന്ന് സോഷ്യലൈസ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിക്കാണും. അത് നമുക്ക് കേരളത്തിൽ ഈ മോദി അൺടച്ചബിലിറ്റി ഉണ്ട്, മോദി വിരുദ്ധതയുണ്ട്. അങ്ങനെ ഒരു വിരുദ്ധത ഡൽഹിയിലുള്ളവർക്ക് തിരിച്ചു വേണമെന്നില്ല. ഇപ്പം കേരള രാഷ്ട്രീയത്തിലെ മോദിക്കെതിരെയുള്ളൊരു വികാരമില്ല, BJP-ക്കെതിരെയുള്ള ഒരു അൺടച്ചബിലിറ്റി ഫാക്ടർ അവിടെയുള്ളവർക്ക് ഇങ്ങോട്ടില്ല. ആ നിലയ്ക്ക് അദ്ദേഹം നന്നായിട്ട് പ്രവർത്തിക്കുന്നു. ലോക്സഭയിലെ സ്പീക്കറുടെ പാനലിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. പലപ്പോഴും സ്പീക്കറുടെ കസേരയിൽ ഇരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രേമേന്ദ്രൻ. അപ്പോൾ അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ കഴിയും.
അപ്പോൾ വൈകുന്നേരത്തെ ചായക്ക് അത് പ്രധാനമന്ത്രി കുറച്ച് ദിവസങ്ങളിലായിട്ട് കുറേ പേരെ കൾട്ടിവേറ്റ് ചെയ്ത് വിളിച്ചതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു കാൻഡിഡേറ്റ് എന്നുള്ള നല്ലൊരാളെന്നുള്ള നിലയിൽ വിളിച്ചു എന്നുള്ളതിൽ കവിഞ്ഞ് ഇതോടെ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകും, ഒരു സീറ്റ് ബി ജെ പിക്ക് കുറവുണ്ട്, അങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ വലിയ കഷ്ടമാണ്. കാരണം അത് വെറുതെ നമുക്കൊരു ആക്ഷേപം പറയാം, കേരളത്തിൽ ചില ഭാഗങ്ങളിൽ അത് വിറ്റുപോകുന്നല്ലാതെ. പക്ഷേ പ്രേമചന്ദ്രനെ മനസ്സിലാക്കിയേക്കുന്ന ഒരാൾക്കത് അറിയാം, അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രോ ബി ജെ പി മൈൻഡ് സെറ്റോ ഒന്നുമില്ല, കുറച്ച് നല്ലൊരു സെക്യുലർ ക്യാരക്ടറാണ്. അതുകൊണ്ട് ആ ആക്ഷേപത്തിന് എനിക്ക് തോന്നുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു പ്രസക്തി ഉണ്ടാകുമെന്ന്. അല്ല, ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരികയും സ്പീക്കർ സ്ഥാനാർത്ഥിയായിട്ട് പ്രേമചന്ദ്രൻ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഊഹിച്ചാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബി ജെ പി അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്, നേരിയ ഭൂരിപക്ഷമെങ്കിലും കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒരു സീറ്റിൻ്റെ കുറവിൽ ബി ജെ പി അധികാരത്തിൽ വരുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ എൻ ഡി എയിലെ ഫാക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ ഈ പറയുന്ന ആക്ഷേപം ഞാനും കേട്ടിട്ടുണ്ട്. അതിനുവേണ്ടി അദ്ദേഹത്തിന് ഒരു ഓഫർ കൊടുക്കുമെന്നാണ്. എനിക്ക് തോന്നുന്നില്ല പ്രേമചന്ദ്രൻ അങ്ങനെ ഒരു കാര്യം സ്വീകരിക്കുമെന്ന്. കാരണം അദ്ദേഹത്തിന് ഇനിയുള്ള ഭാവി രാഷ്ട്രീയവും കേരളത്തിലാണ്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് പോയി കഴിഞ്ഞാൽ 5 കൊല്ലം കഴിഞ്ഞ് അദ്ദേഹത്തിന് തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം സ്വീകരിക്കും തോന്നുന്നില്ല. അങ്ങനെ ഒരു ഓഫർ വന്നാലും പ്രേമചന്ദ്രൻ അത് സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല. സൗഹൃദം വേറെയാണ്, രാഷ്ട്രീയ നിലപാടുകൾ വേറെയാണ്. പ്രായോഗിക രാഷ്ട്രീയം വേറെയാണ്. അതെ.